ഫെയ്ൻമാൻ ലെക്ചറിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷന്റെ സംഭവം. പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫെയ്ൻമാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു കല്ല് എറിയുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അതായത് സപ്പോസ് ഞാനൊരു കല്ല് ഇപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ എറിയുവാണെങ്കിൽ അപ്പൊ നമുക്ക് എന്തായാലും അറിയാം കല്ല് ഇപ്പൊ ഈ പർട്ടിക്കുലർ പൊസിഷനിൽ ഈ പർട്ടിക്കുലർ പൊസിഷനിലോട്ട് വരും. സോ അതൊരു പർട്ടിക്കുലർ ഒരു ട്രജക്ടറി കൂടെ ആയിരിക്കും ആ കല്ല് വരുന്നത്. നമുക്കിത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ ന്യൂട്ടന്റെ ലോ യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോ ഇനിഷ്യലി ഒരു പർട്ടിക്കുലർ പൊസിഷനുള്ള ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ട്. സോ ദാറ്റ് എനിക്ക് അവിടുത്തെ ഫോഴ്സസ് അറിയാം. ഫോഴ്സസ് അറിയാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഇൻഫിനിറ്റസിമൽ ഇന്റർവെല്ലിൽ അതിന്റെ വെലോസിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അറിയാം, അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് അറിയാം. സോ ഞാൻ ഓരോ ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് ഞാൻ അതിന്റെ വെലോസിറ്റിയും പൊസിഷനും ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. സോ ദാറ്റ് എനിക്ക് ട്രജക്ടറി എന്താണെന്ന് എനിക്ക് യൂണീക്ലി സ്പെസിഫൈ ചെയ്യാം. അല്ലാതെ പറയട്ടെ, നമ്മൾ ഒഴുക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് തുഴഞ്ഞു നടത്തിയാലേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആണോ? നമുക്ക് പോയിട്ട് പറഞ്ഞാൽ മതി. പോയിട്ട് പറഞ്ഞാൽ മതി. ഇതിലൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം അത് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഈ യെസ്. പക്ഷെ നമുക്ക് ഈ സെയിം ട്രജക്ടറി നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് എന്റെ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് എന്റെ ഫൈനൽ പോയിന്റ്. സോ കൊടി ഒരുപാട് പോകുന്നുണ്ടേ. എങ്കിൽ നമുക്ക് പോവാം. പോകുന്നതല്ലേ നല്ലത്? പോകുന്നത് ജീവനല്ലേ? നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്ഷനെ പറ്റി, അതായത് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അപ്പൊ ഇതായിരുന്നു ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. അതായത് ഇതിനകത്ത് ഫെയ്ൻമാൻ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇപ്പോ ഞാനൊരു കല്ല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അറിയുവാണ്. ഓക്കെ, അതായത് ഞാനൊരു T=T1 ഞാൻ കല്ല് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അറിഞ്ഞു. കല്ല് ഒരു പർട്ടിക്കുലർ ട്രജക്ടറി കൂടെ ട്രാവൽ ചെയ്ത് കല്ല് ഈ പർട്ടിക്കുലർ പൊസിഷനിൽ എത്തും. സോ ഇതിന്റെ ഫൈനൽ പൊസിഷൻ ഇതാണ്. ഈ ഫൈനൽ പൊസിഷൻ എത്താൻ എടുക്കുന്ന ടൈമാണ് T2. എന്ന് വെച്ചാൽ ഈ ഫുൾ മോഷൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് T2 - T1 ആണ്. നമുക്ക് അതിനെ സപ്പോസ് ക്യാപിറ്റൽ T എന്ന് വിളിക്കാം. അപ്പൊ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കല്ലിന് ഈ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഫൈനൽ പൊസിഷനിലോട്ട് എത്താൻ ആക്ച്വലി ഇതിന്റെ ആക്ച്വൽ പാത്ത് ഇതാണ്. പക്ഷെ ഇവിടെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാത്ത്സ് പോസിബിൾ ആണ്. അതായത് ഈ കല്ലിന് വേണമെങ്കിൽ ഈ പാത്ത് ചൂസ് ചെയ്യായിരുന്നു. ഈ കല്ലിന് വേണമെങ്കിൽ ആക്ച്വലി ഈ പാത്ത് ചൂസ് ചെയ്യായിരുന്നു. ആൻഡ് കല്ലിന് വേണമെങ്കിൽ ആക്ച്വലി ഈ പാത്ത് ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഈ പാത്ത് ഒന്നും ചൂസ് ചെയ്യാതെ കല്ല് എക്സാക്ട്ലി ഈ പാത്തിൽ കൂടെ തന്നെയാണ് ട്രാവൽ ചെയ്തത്. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഓൾറെഡി ഞാൻ അവിടെ വെച്ച് പറഞ്ഞത്, അതായത് ന്യൂട്ടൺസ് ലോ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ പൊസിഷൻ അറിയാം, വെലോസിറ്റി അറിയാം, ഈച്ച് ഇൻസ്റ്റന്റ് അതിന്റെ പുറത്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഫോഴ്സ് ആക്ട് ചെയ്ത് എനിക്ക് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇൻസ്റ്റന്റിലുള്ള അതിന്റെ വെലോസിറ്റി എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെ ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് എനിക്ക് എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ട്രജക്ടറി ഈ കല്ല് ചൂസ് ചെയ്തത് എന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, നമുക്ക് എക്സാക്ട്ലി ഈ ഫിനോമിന, അതായത് കല്ല് എന്തുകൊണ്ടാണ് ഈ പാത്ത് ചൂസ് ചെയ്തതെന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ആക്ച്വലി പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. സപ്പോസ് ഞാനൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തതെന്ന് ചോദിക്കരുത്. അത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയണം, അതെന്റെ ക്ലെയിം ആണ്. വൺസ് അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ പറയും. യൂസിങ് ആ പ്രൊസീജിയർ എനിക്ക് എക്സാക്ട്ലി എന്തുകൊണ്ടാണ് ഈ പാത്തിൽ കൂടെ ആ കല്ല് മൂവ് ചെയ്തെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. അതായത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ജസ്റ്റ് ഞാനൊരു ക്വാണ്ടിറ്റി എഴുതാൻ പോവാണ്. ആ ക്വാണ്ടിറ്റി നമ്മൾ വിളിക്കുന്നതാണ് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഞാൻ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാത്ത് ഞാൻ ചൂസ് ചെയ്യുന്നു. സപ്പോസ് ഞാൻ ഈ പാത്താണ് ചൂസ് ചെയ്യുന്നത്. ഇതാണ് എന്റെ പാത്ത്. നമുക്കറിയാം ഞാനൊരു പർട്ടിക്കുലർ പാത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിത് എങ്ങനെ ഒരു ക്വാണ്ടിറ്റി എനിക്ക് എഴുതാം. അതായത് ½ mv² - ആ പാത്തിൽ കൂടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ നല്ല ചോദ്യം. ഞാനൊരു പർട്ടിക്കുലർ പാത്ത് ചൂസ് ചെയ്താൽ ഓരോ ഇൻസ്റ്റന്റിലും ആ പാത്തിന് ഒരു സ്ലോപ്പ് ഉണ്ട്. സോ ദാറ്റ് എനിക്ക് ഓരോ ഇൻസ്റ്റന്റിലും എനിക്ക് ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് എനിക്ക് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാം. അതിന് എനിക്കൊരു പർട്ടിക്കുലർ പാത്ത് എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് U(x) എനിക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഈ എൻറ്റയർ പാത്തിലെ ഓരോ ഇൻസ്റ്റന്റിലും ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആണ്. ഓക്കെ, ആൻഡ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിനെ ത്രൂ ഔട്ട് ദിസ് പാത്ത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു T. ഓക്കെ, ഈ ക്വാണ്ടിറ്റി നമ്മൾ വിളിക്കുന്നവരാണ് ആക്ഷൻ. ഫെയ്ൻമാന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി എനിക്ക് ഇതിനകത്തുള്ള ഓരോ പാത്തിലും എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് എനിക്ക് ഈ പാത്തിൽ എനിക്ക് ഈ ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യാം, ഈ പാത്തിൽ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം, ഈ പാത്തിൽ ഇവാലുവേറ്റ് ചെയ്യാം, ഈ പാത്തിൽ ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏത് പാത്തിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പറിനെക്കാളും ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആയിരിക്കും ഈ സിസ്റ്റത്തിന്റെ ആക്ച്വൽ പാത്തിൽ കൂടെ ഈ ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് ഇത് റാൻഡമായിട്ട് എടുത്തതാണോ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി? ഇത് കംപ്ലീറ്റ്ലി റാൻഡം ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഇതിന് ഈക്വലന്റ്. അതായത്
നമ്മൾ ബേസിക്കലി സപ്പോസ് എന്റെ ഒരു ഒബ്ജക്ട് ഉണ്ട്, ഉം. ഈ ഒബ്ജക്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ മൂവ് ചെയ്യുവാണ്. അപ്പൊ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് എന്തുകൊണ്ടാണ് ആ ഫോഴ്സ് GMM/r² എന്ന് ഞാൻ ചൂസ് ചെയ്തത്? എനിക്കത് അവിടെ നിന്ന് കിട്ടി ഉം. എക്സ്പെരിമെന്റലി. ഓക്കെ സെയിം റീസണിങ് തന്നെയായത്. ഓക്കെ അതായത് ഞാൻ ഈ ഫിനോമിന ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ ഒബ്സർവ് ചെയ്യുന്നു. ഉം. ഫൈനലി എനിക്ക് മനസ്സിലാവും ഈ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിനിമം ആവുന്ന പാത്തിൽ കൂടെ ആയിരിക്കും സിസ്റ്റം ആക്ച്വലി ഇവോൾവ് ചെയ്യുന്നത്. ഓക്കെ ഇത് വേണമെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട് ആയിട്ട് പറയാം. ഇതിന്റെ ഒരു പോസ്റ്റുലേറ്റ് ആണ്. ഓക്കെ അത് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോ ഇതാണ് ആക്ച്വലി ഫെയ്ൻമാന്റെ സ്റ്റേറ്റ്മെന്റ്. അതായത് ആക്ച്വൽ പാത്തിൽ കൂടെ ആയിരിക്കും ഈ വാല്യൂ ഏറ്റവും മിനിമം കിട്ടുന്നത്. ഉം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമുക്കിത് റീസണബിൾ ആയിട്ട് എടുക്കാം. നമുക്ക് മുന്നോട്ട് നോക്കാം, നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ ഞാൻ നമുക്ക് ഈ ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്കൊരു ഫീലിംഗ്സ് ഉണ്ടാക്കാൻ നോക്കാം. ഉം. റൈറ്റ്, നമുക്ക് ഓൾറെഡി അറിയാം. സപ്പോസ് ഇപ്പൊ എന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇതൊരു ഫംഗ്ഷൻ ആണ്, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു ആവറേജ് ഡിഫൈൻ ചെയ്യാം. അതായത് സപ്പോസ് ഇതൊരു ഫംഗ്ഷൻ ആണ്, y is equal to f of x. ഈ ഫംഗ്ഷന്റെ ആവറേജ് ബിറ്റ്വീൻ x is equal to a to x is equal to b. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആവറേജിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b, ഞാൻ ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഡൊമൈനിന്റെ ബിട്ട്, അതായത് ഈ ബിട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. യെസ് ഇതാണ് ബേസിക്കലി ആവറേജിന്റെ ഡെഫിനിഷൻ. ഉം. ഇവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഞാനൊരു പർട്ടിക്കുലർ പാത്ത് എടുത്തു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദാറ്റ് പാത്ത് ഇനിഷ്യൽ ടൈം ടു ഫൈനൽ ടൈം ഞാനൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. യെസ് ഈ ക്വാണ്ടിറ്റിനെ ഞാൻ ഈ ഫുൾ ടൈം ഇന്റർവൽ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ, അതായത് ഞാൻ T2 - T1 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് ഈ ക്വാണ്ടിറ്റിയുടെ ത്രൂ ഔട്ട് ദിസ് പാത്തിൽ കൂടെയുള്ള ആവറേജ് ആണ്. അതെ. അതായത് ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഈ കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിയുടെ നമ്മുടെ ത്രൂ ഔട്ട് ദിസ് പാത്തിൽ കൂടെയുള്ള ആവറേജ് വാല്യൂ ആണ് ബേസിക്കലി ആക്ഷൻ. പക്ഷേ ഡിനോമിനേറ്റർ ഒരു എക്സ്ട്രാ ഫാക്ടർ ഉണ്ട്, ഉം. പക്ഷെ അത് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഉം. എന്ന് വെച്ചാൽ ഈ പറയാൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്റെ ഒരു പർട്ടിക്കുലർ പാത്ത് ഉണ്ട്. ഉം. ആ പാത്തിൽ എനിക്ക് കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി എനിക്ക് ഈച്ച് പോയിന്റിൽ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഉം. അതിന് എനിക്ക് അതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ആവറേജ് ആണ് ബേസിക്കലി ആക്ഷൻ ആ. അപ്പാർട്ട് ഫ്രം എ കോൺസ്റ്റന്റ്. ഉം. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ഷൻ ഒരു മീനിങ് കിട്ടി എന്തായിരുന്നു. യെസ് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഓരോരോ കേസുകളിൽ ആക്ച്വലി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓരോരോ കേസുകളിൽ നമുക്ക് ഇത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഉം. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സേ ഇല്ല എന്ന് വെച്ചു, Okay. അതായത് നമ്മുടെ Okay. പൊട്ടൻഷ്യലേ ഇല്ല. ആ. അത് ഞാൻ സംസാരിക്കുന്ന ഒരു ഫ്രീ പാർട്ടിക്കിളിനെ പറ്റിയാണ്. ഉം. ആൻഡ് ഏറ്റവും ഒരു സിംപ്ലസ്റ്റ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇതേപോലെ ഒരു 2 ഡയമെൻഷനിലല്ല ഞാൻ കല്ലിനെ എറിയുന്നത്, വേറെ 1 ഡയമെൻഷൻ ഞാൻ ജസ്റ്റ് മുകളിലോട്ട് എറിയുന്നു. അതായത് ഞാൻ കല്ലിനെ ഇവിടെ നിന്ന് എറിയുന്നു, സോ ദാറ്റ് എനിക്ക് ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റിൽ ഇൻസ്റ്റലി ആ കല്ലിരിക്കുകയാണ്. ആൻഡ് ഈ കല്ല് നേരെ മുകളിൽ പോകുന്നു, ആ. എന്നിട്ട് കല്ല് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ തിരിച്ചെത്തുന്നു. സോ ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ, ഇതാണ് അതിന്റെ ട്രജക്ടറി. ഈ ടൈമാണ് T1, ഈ ടൈമാണ് T2. T2 - T1 ആണ് നമ്മുടെ ടൈം ഇന്റർവൽ. ആ. ഓക്കെ, എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എനിക്ക് ആക്ച്വലി എഴുതാം ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ജനറൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m, അതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dx/dt ഹോൾ സ്ക്വയർ മൈനസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mgx ആണ്. ഇതാണ് ബേസിക്കലി ആക്ഷൻ. അതെ. ഇനി ഫോർ സിംപ്ലിസിറ്റി, സപ്പോസ് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല. ഉം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ടേമിനെ പറ്റി സംസാരിക്കണ്ട. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ന്യൂട്ടന്റെ ലോ അനുസരിച്ച് ഒരു ഫോഴ്സസ് ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉം. അത് ആക്ച്വലി മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. അതായത് ആ സാധനം ഫിക്സഡ് വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഉം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനിക്ക് ആ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് യൂണിഫോം വെലോസിറ്റി ആണോ? Yes. അതായത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പർട്ടിക്കുലർ ആക്ഷൻ മിനിമം ആകുന്ന പാത്ത് ഏതാണെന്ന് ഞാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഉം. അപ്പൊ എനിക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യണം യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന പാത്തിലായിരിക്കും മറ്റ് ഏത് പാത്തിനേക്കാളും ഇതിന്റെ വാല്യൂ ഏറ്റവും മിനിമം ആവേണ്ടത്. ഓക്കെ ഓക്കെ, അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ഉം. അത് അറ്റ്ലീസ്റ്റ് ഒരു ഫോഴ്സസ് ആക്ട് ചെയ്യാത്ത സിറ്റുവേഷനിലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. ആ. റൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായാലും ഈ ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എന്താണ് ഇപ്പോ, അതായത് ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ആവറേജ് ഓഫ് ദിസ് കൈനറ്റിക് എനർജിയാണ്. ബിക്കോസ് ഇത് കൈനറ്റിക് എനർജിയാണ് അപ്പാർട്ട് ഫ്രം ദ T2 - T1 ഫാക്ടർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഇത് ആവറേജ് ഓഫ് m ഓക്കെ v സ്ക്വയർ. ഇതാണ് ബേസിക്കലി ഈ സംഭവം. നമുക്കൊരു കാര്യം ചെയ്യാൻ സൈഡിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m, അതെന്തായാലും കോൺസ്റ്റന്റ് ആണ്, ബാക്കി ആവറേജ് ഓഫ് വെലോസിറ്റി സ്ക്വയർ. ഓക്കെ ഇനിയാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് ഇതിന്റെ XT ഗ്രാഫ് ആണ്, അതായത് പൊസിഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. ഉം. ഇനിഷ്യലി ഞാൻ പറഞ്ഞു T1 ടൈമിൽ ആ കല്ല് ഇവിടെയാണ് ഇരിക്കുന്നത്,
T2 ടൈം ആകുമ്പോൾ കല്ല് വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലെത്തും. ആൻഡ് ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലോട്ട് പോകാൻ കല്ലിന് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാത്സ് പോസിബിൾ ആണ്. Right. അതെ. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ആക്ച്വലി ഇത് യൂണിഫോം വെലോസിറ്റിയിലാണ് പോവേണ്ടത്. എന്ന് വെച്ചാൽ ഇതിന്റെ ആക്ച്വൽ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കണം? സ്ട്രൈറ്റ് ലൈൻ തന്നെ ആയിരിക്കണം. റൈറ്റ്. ഓക്കെ. പക്ഷേ നമുക്കറിയാം ഇവിടെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ട്രജക്ടറി പോസിബിൾ ആണ്. ആൻഡ് ഇതെല്ലാം നമ്മുടെ ഇമാജിനറി ട്രജക്ടറീസ് ആണ്. റൈറ്റ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാൻ ഈ ആക്ഷൻ ഏറ്റവും മിനിമം ആവുന്നത് ഈ സ്ട്രൈറ്റ് ലൈൻ പാത്തിലായിരിക്കണം. ഓക്കെ. റൈറ്റ്. ഓക്കെ. ബാക്കി ഞാൻ ഏത് പാത്തിൽ ഇവാലുവേറ്റ് ചെയ്താലും എനിക്ക് കിട്ടുന്ന വാല്യൂ ബിഗർ ദാൻ ദിസ് സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആയിരിക്കണം. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആക്ഷൻ മിനിമം ആവുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്ട് ആക്ച്വലി മൂവ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്തു പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്കിപ്പോ നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ആലോചിക്കാം, സപ്പോസ് ഈ ഒബ്ജക്ട് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ എന്ത് സംഭവിക്കും നോക്കാം. യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ എങ്കിൽ ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കുക. ഈ കിടക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് വെലോസിറ്റി സ്ക്വയർ ആണ്. അതായത് വെലോസിറ്റി സ്ക്വയറിന്റെ ആവറേജ് ആണ്. സപ്പോസ് ഈ ഒബ്ജക്ട് യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി തന്നെ. ഓക്കെ. ഞാൻ ജസ്റ്റ് ഫോർ ഫൺ ഞാൻ പറയുവാണ്. ഓക്കെ, എനിക്ക് ആവറേജ് വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ആക്ച്വലി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെയും സ്ക്വയർ. ഓക്കെ. അതായത് യൂണിഫോം വെലോസിറ്റിയുടെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷനെ എനിക്ക് ഇക്വലന്റ്ലി എനിക്ക് എന്റെ ആക്ഷൻ എങ്ങനെ എഴുതാം? യൂണിഫോം വെലോസിറ്റിയുടെ കേസിലാണെങ്കിൽ m ആവറേജ് വെലോസിറ്റി സ്ക്വയർ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഓൺലി ഫോർ യൂണിഫോം. ഇത് നോൺ യൂണിഫോം ആണെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. എന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും ആ കേസിലാണെങ്കിൽ അത് ½ m ആവറേജ് ഓഫ് ബി സ്ക്വയർ. ഓക്കെ. ഇനി ആക്ച്വലി നമുക്ക് ഓൾറെഡി ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാവുന്നുണ്ടെങ്കിൽ ഇത് നോൺ യൂണിഫോമിന്റെ കേസാണ്. ഇത് നോൺ യൂണിഫോമിന്റെ കേസാണ്. നോൺ യൂണിഫോം ബിക്കോസ് നോൺ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഒരിക്കലും ഈ കണ്ടീഷൻ ട്രൂ അല്ല. അതെ. ഓക്കെ. ബിക്കോസ് എനിക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്ന് എഴുതാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ഞാൻ സ്റ്റക്ക് ആവും. മറ്റേ കേസിലാണെങ്കിൽ എനിക്ക് ഇതിനെ ഇതുവരെ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ആവറേജിന്റെ സ്ക്വയർ, അതായത് ആവറേജിന്റെ സ്ക്വയർ എപ്പോഴും സ്ക്വയറിന്റെ ആവറേജിനെക്കാളും ചെറുതായിരിക്കും. എപ്പോഴും ആയിരിക്കും. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിക്കാം. അതായത് സപ്പോസ് ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുന്നു. ആ ഒബ്ജക്ട് സപ്പോസ് ഒരു 3 സാമ്പിൾ വെലോസിറ്റീസ് ഉണ്ടെന്ന്. ഓക്കെ. അതായത് അതിന്റെ ഒരു വെലോസിറ്റിയാണ് 1, വേറെ വെലോസിറ്റിയാണ് 2, വേറെ വെലോസിറ്റിയാണ് 3. ആൻഡ് ഈ ഓരോ വെലോസിറ്റിയും അത് അച്ചീവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ടൈം ഇന്റർവെൽസിലാണ്. എന്ന് വെച്ചാൽ അതിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എല്ലാം കൂടെ ആഡ് ചെയ്ത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആവറേജ് വെലോസിറ്റിയുടെ സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യും, സ്ക്വയേഴ്സിന്റെ മീനും കാൽക്കുലേറ്റ് ചെയ്യും. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ചെറുതാണെന്നാണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 + 3 ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാൽ ഈ സാധനം കിട്ടാൻ പോകുന്ന എത്ര? 2 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. അതായത് ഇത് കണ്ടതിന് ശേഷം സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് 4 ആണ്. ഇനി ഞാൻ ഈ ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ ബൈ 3. ഓക്കെ. റൈറ്റ്. ഇതെനിക്ക് കിട്ടാൻ പോകുന്ന എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14/3. ഇത് ആക്ച്വലി 4 പോയിന്റ് സംതിങ്. റൈറ്റ്. എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഈ സാധനം ബിഗർ ആണ്, ഇത് സ്മോളർ ആണ്. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ജനറൽ ഇത് ആക്ച്വലി ട്രൂ ആണ്. നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാം. ഞാൻ അത് പ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ളൂ. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട് ആണ്. എപ്പോഴും മീനിന്റെ സ്ക്വയർ എപ്പോഴും സ്ക്വയേഴ്സിന്റെ മീനിനെക്കാളും ചെറുതായിരിക്കും. ഓക്കെ. ഇനി ജസ്റ്റ് തിരിച്ച് റീഡ് ചെയ്ത് നോക്കി. ആക്ഷന്റെ വാല്യൂ യൂണിഫോം വെലോസിറ്റിയുടെ കേസിൽ ഇതാണ്, നോൺ യൂണിഫോം ആണെങ്കിൽ ഇതാണ്. ½ എമ്മിന്റെ ഫാക്ടർ രണ്ടിടത്തും സെയിം ആണ്. ആൻഡ് ഈ ഫാക്ടർ ഓൾവേസ് ലെസ് ദാൻ ഇതാണ്. എന്ന് വെച്ചാൽ ആക്ഷൻ മിനിമം ആവുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്. ഓക്കെ. സോ നമുക്ക് മനസ്സിലായി ഒരു ഒബ്ജക്റ്റിന്റെ അപ്പുറത്ത് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലായിരിക്കും. ബിക്കോസ് യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യുന്ന ട്രജക്ടറിയിലാണ് ആക്ഷന്റെ വാല്യൂ മിനിമം ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു മാത്തമാറ്റിക്കലി. ഓക്കെ. എങ്കിൽ നമുക്ക് ആലോചിക്കാം, സപ്പോസ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഫാക്ടർ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഫാക്ടർ ഉണ്ടെങ്കിൽ ആക്ച്വലി ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിനെ റിഗറസ്ലി നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത്. അതായത്
നമുക്ക് എന്തായാലും അറിയാം പൊട്ടൻഷ്യൽ എനർജി ഫാക്ടർ ഉണ്ടെങ്കിൽ എന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഇന്റഗ്രൽ. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എക്സിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ. കൈനറ്റിക് എനർജി ഹാഫ് ഓഫ് ബി സ്ക്വയർ ആണ് ഡി ടി. ഇത് ബേസിക്കലി ആവറേജ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് നോക്കാം, സപ്പോസ് ഇതാണ് എന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്കിൽ ഇതാണ് എന്റെ ടി ഈസ് ഈക്വൽ ടു T1. ടി ഈസ് ഈക്വൽ ടു T1 ഇതാണ് എക്സ്, അത് ഈ പൊസിഷനിൽ നിൽക്കുവാണ്. ആൻഡ് നമുക്കറിയാം ഞാൻ ഈ കല്ലിനെ ഞാൻ എറിയുവാണെങ്കിൽ ഓക്കെ, ഇത് കല്ല് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരുന്ന കേസ് കംപ്ലീറ്റ്ലി വൺ ഡയമെൻഷൻ ആണ്. പക്ഷെ എന്റെ എക്സ് ടി ഗ്രാഫ് വരയ്ക്കും എനിക്ക് കിട്ടുന്ന ഒരു പരാബോളിക് സ്ട്രക്ചർ ആക്ച്വൽ പാത്ത്. അതായത് എന്റെ ഗ്രാഫ് ഇതായിരിക്കും ഈ മോഷന്റെ എക്സ് ടി ഗ്രാഫ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്ലി എന്തുകൊണ്ടായിരിക്കും നേച്ചർ ഈ പർട്ടിക്കുലർ പാത്ത് ചൂസ് ചെയ്തത്, എനിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, ഞാൻ പറഞ്ഞു സിസ്റ്റം എപ്പോഴും ചൂസ് ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ ഈ ആക്ഷന്റെ വാല്യൂ മിനിമം ആവുന്ന പാത്ത്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ഈ സംഭവം. അതായത് ഈ സാധനം മിനിമൈസ് ചെയ്യണമെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി സിസ്റ്റം അക്വയർ ചെയ്യാൻ ശ്രമിക്കണം. ബിക്കോസ് എങ്കിലും ഈ സബ്ട്രാക്ട് ചെയ്യുന്ന ടേം കൂടുതൽ ഡോമിനേറ്റ് ചെയ്യത്തുള്ളൂ, സോ ദാറ്റ് എനിക്ക് ഓവറോൾ വാല്യൂ മിനിമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പാത്ത് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് എക്സിന്റെ വാല്യൂ ഹയർ ആയാലേ പൊട്ടൻഷ്യൽ എനർജി ബിഗർ വാല്യൂ കിട്ടത്തുള്ളൂ. ബിക്കോസ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി mgx ആണ്. എക്സ് ബിഗർ ആയി കഴിഞ്ഞാൽ ബിഗർ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഇതുപോലത്തെ ടൈപ്പ് പാത്ത് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. റൈറ്റ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഹൈറ്റ് പോകാൻ നോക്കും, ബിക്കോസ് ഈ സാധനം ഏറ്റവും സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. എന്നും പറഞ്ഞിട്ട് ഇതുപോലത്തെ ഇങ്ങനത്തെ പാത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിനകത്ത് തന്നെ ആ സാധനത്തിന് തിരിച്ചിവിടെ എത്തണം. ബിക്കോസ് ഈ രണ്ട് പോയിന്റും ഫിക്സഡ് ആണ്. ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്കുള്ള പാത്സിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതെന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇതും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ അല്ലല്ല, ടൈം ഫിക്സഡ് തന്നെ, ടൈം ഫിക്സഡ് തന്നെ അവിടെ എത്തില്ല എന്നുള്ളതാണല്ലോ കാരണം. അല്ലല്ല, ഈ ഞാൻ ഇങ്ങനത്തെ ട്രജക്ടറീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ടൈം ലിമിറ്റഡ് ആണ്. സോ ദാറ്റ് ഞാൻ ഇങ്ങനത്തെ ട്രജക്ടറീസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കൈനറ്റിക് എനർജി എക്സ്ട്രീംലി വലുതാവണം. ബിക്കോസ് എങ്കിലേ എനിക്ക് ആ ഗിവൺ ടൈമിനുള്ളിൽ ഇത്രയും ഡിസ്റ്റൻസ് പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും കണ്ടോ, സ്ലോപ്പ് എക്സ്ട്രീംലി ഹൈ ആണ്. എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് എക്സ്ട്രീംലി ഹൈ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ വളരെ വലിയ കൈനറ്റിക് എനർജീസ് ഇപ്പോൾ വേണ്ടി വരും. അതായത് ഈ ടേം എക്സ്ട്രീംലി വലുതാവും. അത് ഓവറോൾ ഈ സാധനത്തിനെ മിനിമൈസ് ആക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് വലുതാവാനും പാടില്ല, ആൻഡ് ഇതിനെ നമുക്ക് അത്യാവശ്യം വലുതാക്കുകയും വേണം. എന്ന് വെച്ചാൽ ഇവർക്കിടയ്ക്കുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിന് മാക്സിമം മുകളിലോട്ട് പോവുകയും വേണം, ഒരുപാട് മുകളിലോട്ട് ആവാനും പാടില്ല. സോ അതിനിടയ്ക്കുള്ള ഒരു സ്വീറ്റ് സ്പോട്ടാണ് ഈ ട്രജക്ടറി. സോ നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി മനസ്സിലായി ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്, എന്തുകൊണ്ടത് ഇങ്ങനെ പോവാത്തത്, എന്തുകൊണ്ടത് ഇങ്ങനെ പോവാത്തത് നമുക്ക് മനസ്സിലായി. ബാലൻസ് ചെയ്യണം. അതിനിടയ്ക്കുള്ള ഒരു ബാലൻസ് ആയിരിക്കും. ആ ഒരു ബാലൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ റിയൽ റിക്വയർമെന്റ്. ഇനി നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് റിഗറസ്ലി നമുക്ക് പ്രൂവ് ചെയ്യണം വൈ ദിസ് ട്രജക്ടറി ഈ സാധനം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി നമുക്കിനി യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, നമുക്കറിയാം ഇതാണ് ആക്ച്വലി സിസ്റ്റം ആക്ച്വലി ചൂസ് ചെയ്യുന്ന പാത്ത്. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ഇവിടെയുള്ള ഇൻഫിനിറ്റ് ആയിട്ടുള്ള മറ്റ് പാത്തുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാത്തിനാണ് ആക്ഷന്റെ വാല്യൂ മിനിമം വരുന്നത്. മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. ഇപ്പൊ നമുക്കത് ക്വാളിറ്റേറ്റീവ്ലി മനസ്സിലായേ. അതായത് നമുക്ക് മനസ്സിലായി ഈ പാത്തൊന്നും പോസിബിൾ അല്ല, ആൻഡ് എക്സ്ട്രീംലി ഇതുപോലത്തെ പാത്സും പോസിബിൾ അല്ല. സോ അതിനിടയ്ക്കുള്ള സ്വീറ്റ് സ്പോട്ട്. സോ ഇത് ക്വാളിറ്റേറ്റീവ്ലി ഇത് കറക്റ്റ് ആവുമെന്ന് നമുക്കൊരു ഫീലിംഗ്സ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം. ഓക്കെ, റിയലി മാത്തമാറ്റിക്സ് പറയണം ഈ ട്രജക്ടറിയാണ് ആക്ച്വൽ ട്രജക്ടറി എന്ന്, അതായത് ആക്ഷൻ മിനിമൈസ് ചെയ്യുന്ന ട്രജക്ടറി എന്ന്. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ ആക്ച്വലി എനിക്ക് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. അതായത് മുമ്പ് നമ്മൾ ആക്ച്വലി ഈ ട്രജക്ടറിയുടെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞിരുന്ന F=ma. എങ്കിൽ ഞാൻ പറയണേ F=ma ഇക്വലന്റ് ആണ് ആക്ച്വലി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞൊരു ഫോർമുലിസോ. അത് F=ma യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്താൽ മതി, അതായത് രണ്ട് സ്റ്റേറ്റ്സിനിടയ്ക്കുള്ള ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ചോയ്സ് ഓഫ് പാത്സ് ഞാൻ വിഷ്വലൈസ് ചെയ്യുക. ആൻഡ് ഇതിൽ ഏതിലാണ് ഏറ്റവും മിനിമം ആക്ഷൻ വരുന്നത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുക. ആ ട്രജക്ടറി തന്നെ ആയിരിക്കും F=ma സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രജക്ടറി. റൈറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു വേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെയുള്ള ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ട്രജക്ടറീസ് ഇമാജിൻ ചെയ്യുക, എന്നിട്ട് ഓരോന്നിനകത്തുള്ള ആക്ഷൻ ഞാൻ ബ്രൂട്ട് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് മിനിമം ഏതാണെന്ന് നോക്കുക. പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് വേണം. അപ്പൊ നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ്, ഇതാണ് എന്റെ ഫൈനൽ സ്റ്റേറ്റ്. ഇതിനിടയ്ക്ക് സപ്പോസ് ഇതാണ് എന്റെ ആക്ച്വൽ പാത്ത് എങ്കിൽ ഇതിനിടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാത്സ് ഉണ്ട്. ആ പാത്തിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാത്തിലാണ് ആക്ഷന്റെ വാല്യൂ മിനിമം എന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. ഓക്കെ,
ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ പ്രോബ്ലം നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്തിട്ടുള്ള മാക്സിമം മിനിമം പ്രോബ്ലം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെയല്ല. ഇത് കുറച്ചും കൂടെ ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. നമ്മൾ സാധാരണ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. റൈറ്റ്. സപ്പോസ് ആ ഫംഗ്ഷൻ ആണ് ഇതെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന്റെ ഈ മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഈ സപ്പോസ് ഇതിന്റെ മിനിമം വാല്യൂ ഇതാണെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷന്റെ സ്മോൾ ചേഞ്ച്, അതായത് ഇൻഫിനിറ്റസിമൽ ചേഞ്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഇതിനെ വിളിക്കുന്ന ഫസ്റ്റ് ഓർഡർ ചേഞ്ച് ആണ്. നമുക്ക് എന്തായാലും അറിയാം ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന സ്ലൈറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്. അതായത് ഇതിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ ഞാൻ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ സ്ലൈറ്റ്ലി ഞാൻ എന്റെ വേരിയബിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടൈംസ് ഡി എക്സ്. ആൻഡ് എന്റെ ഈ ഡി എക്സിന്റെ വാല്യൂ കുറെ കൂടെ ബിഗർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഹയർ ഓർഡർ കറക്ഷൻസ് ഞാൻ ആഡ് ചെയ്യണം. അതായത് സംതിങ്, അതായത് അതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2 ഫാക്ടോറിയൽ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻറ്റു ഡി എക്സ് സ്ക്വയർ. റൈറ്റ്. ഓക്കെ. കൂടുതൽ ആക്യുറസി ആണെങ്കിൽ കൂടുതൽ ടേംസ് ഞാൻ അവിടെ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് മിനിമം ആണെങ്കിൽ ഇൻ ഫസ്റ്റ് ഓർഡർ, അതായത് ഞാൻ വളരെ ചെറിയൊരു ചേഞ്ച് എടുത്താലും ഫംഗ്ഷന് കാര്യമായിട്ടുള്ള ചേഞ്ച് അവിടെ വരില്ല. റൈറ്റ്. അതായത് ഇത് മിനിമം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. റൈറ്റ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ മാക്സിമം മിനിമം പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ആ ഒറ്റ ഫംഗ്ഷന്റെ ഏത് പോയിന്റിലാണ് മിനിമം എന്നാണ് ഞാൻ ഇവിടെ ആക്ച്വലി ഞാൻ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്റെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് ഈ ഓരോ ഫംഗ്ഷനും ആക്ഷൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഏത് ഫംഗ്ഷനിലാണ് ആക്ഷന്റെ വാല്യൂ മിനിമം ആവുന്നത്. റൈറ്റ്. ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. സോ അതാണ് ആക്ച്വലി ഈ പ്രോബ്ലത്തിനകത്തുള്ള ഒരു കോംപ്ലിക്കേഷൻ. ഇത് ആക്ച്വലി മാത്തമാറ്റിക്സിനകത്തുള്ള ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ആണ്. നമ്മൾ വിളിക്കുന്നത് കാൽക്കുലസ് ഓഫ് വേരിയേഷൻ എന്നാണ്. അപ്പൊ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിന് സിമിലർ ആണ്. അതായത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സപ്പോസ് ഇതാണ് എന്റെ ആക്ച്വൽ പാത്ത് എന്ന് വെച്ചാൽ, അതായത് ഈ പാത്തിലാണ് ആക്ഷന്റെ വാല്യൂ മിനിമം എന്ന് തന്നെ കരുതുക. എങ്കിൽ ഇത് മിനിമം പാത്ത് ആണെങ്കിൽ പാത്ത് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷൻ എന്തായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പാത്തിന്റെ കൂടെ വളരെ ചെറിയൊരു പാത്ത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് സപ്പോസ് ഇപ്പൊ ഈ പാത്തിന്റെ കൂടെ ഞാനൊരു വളരെ ചെറിയൊരു പാത്ത്, അതായത് ഒരു സ്മോൾ വേരിയേഷൻ ഞാൻ ഈ പാത്തിന് ഞാൻ കൊടുക്കുകയാണ്. ഇതൊരു സ്മോൾ വേരിയേഷൻ ആണ്. റൈറ്റ്. അതായത് ഞാൻ ഈ ഫംഗ്ഷന്റെ കൂടെ ഈ രണ്ട് പോയിന്റ്സിനിടയ്ക്ക് വരുന്ന വളരെ ചെറിയൊരു ഫംഗ്ഷൻ കൂടെ ഞാൻ ആഡ് ചെയ്യും. അതായത് ഈ ഫംഗ്ഷന്റെയും സമ്മാണിത്. റൈറ്റ്. മനസ്സിലായി. ഇനി ഇത് മിനിമം ആണെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷൻ ഞാൻ ആഡ് ചെയ്താലും എന്റെ ആക്ഷനിൽ ചേഞ്ച് വരില്ല. റൈറ്റ്. ബിക്കോസ് എന്റെ ആക്ച്വൽ പാത്തിൽ ഞാൻ സ്ലൈറ്റ്ലി വെയിറ്റ് ചെയ്താലും ഇത് മിനിമം ആണെങ്കിൽ ആക്ഷന് വ്യത്യാസം വരില്ല. റൈറ്റ്. ഓക്കെ. അതാണ് നമ്മുടെ ആക്ച്വലി ക്രൈറ്റീരിയ. ഇറസ്പെക്റ്റീവ് ഓഫ് മൈ ഫംഗ്ഷൻ, അതായത് ഞാൻ ഈ ഇൻഫിനിറ്റസിമൽ ഫംഗ്ഷന് പകരം ഞാൻ മറ്റൊരു ഇൻഫിനിറ്റസിമൽ ഫംഗ്ഷൻ ഞാൻ ആഡ് ചെയ്യുവാണ്. അതായത് അങ്ങനെയാണെങ്കിൽ എന്റെ ഇങ്ങനെ പോകും. റൈറ്റ്. ഇറസ്പെക്റ്റീവ് ഓഫ് മൈ ഫംഗ്ഷൻ ഇൻ ഫസ്റ്റ് ഓർഡർ ത്രൂ ഔട്ട് ദിസ് പാത്ത് എന്റെ ആക്ഷനിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻ വരില്ല മിനിമത്തിലാണെങ്കിൽ. റൈറ്റ്. അതായത് എനിക്ക് ആക്ച്വലി അറിയേണ്ടതെന്ന് പറഞ്ഞത് ഇതാണ്. അതായത് സപ്പോസ് ഇനിഷ്യലി എന്റെ ആക്ച്വൽ പാത്തിന്റെ എക്സ് ആണ് എക്സ്. ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ എക്സിനെ ഞാൻ സ്ലൈറ്റ്ലി ഞാൻ വേരി ചെയ്യിപ്പിക്കുന്നു. അതായത് എന്റെ എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എക്സ് പ്ലസ് സപ്പോസ് ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ ആക്ച്വൽ പാത്തിന് വരുന്ന ചേഞ്ച് ആണ്. നമ്മൾ ഇതിനെ വേരിയേഷൻ എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്. അതായത് ഇവിടെയുള്ള ഓരോ പോയിന്റിലും ആക്ച്വലി കണ്ടോ ആക്ച്വൽ പാത്തിന് വേരിയേഷൻ വരുന്നുണ്ട്. റൈറ്റ്. ആക്ച്വൽ പാത്തിൽ സ്ലൈറ്റ് വേരിയേഷൻ വരുന്നുണ്ട്. എങ്കിൽ ആക്ച്വലി ഇതിന്റെ ഡെറിവേറ്റീവ്, അതായത് ഞാൻ ഫസ്റ്റ് ഡി ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് കിട്ടും വി ഗോസ് ടു വി പ്ലസ് ഡെൽറ്റ. ഓക്കെ. ഇനി ജസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് സിമ്പിൾ ആക്കാനായിട്ട് ഞാൻ കുറച്ച് നെയിംസ് യൂസ് ചെയ്യുവാണ്. അതായത് ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് നമ്മുടെ ആക്ഷൻ. റൈറ്റ്. ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ആക്ഷൻ ഡിപെൻഡ് ചെയ്യുന്നത് ബേസിക്കലി കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെ. കൈനറ്റിക് എനർജി കംപ്ലീറ്റ്ലി ഡിപെൻഡ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഡിപെൻഡ് ചെയ്യുന്നത് പൊസിഷനെയാണ്. റൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റയർ തിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വിന്റെയും എക്സിന്റെയും ഒരു ഫംഗ്ഷൻ ആണ്. സോ ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ആൻഡ് ആ ഫംഗ്ഷൻ ഡിപെൻഡ് ചെയ്യുന്നത് കോർഡിനേറ്റിനെയും വെലോസിറ്റിയുമാണ്. ഡി ടി. ഞാൻ ഈ ഫംഗ്ഷനെ വിളിക്കുന്നവരാണ് ലഗ്രാഞ്ചിയൻ. ഇതൊരു നെയിമാണ്, പുതിയതായിട്ട് ഫണ്ടമെന്റൽ ആയിട്ടൊന്നുമില്ല. ഞാൻ പുതിയൊരു നെയിം കൊടുക്കും. ഓക്കെ. ഇത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആണ്. ആൻഡ് ആ ഫംഗ്ഷൻ ഡിപെൻഡ് ചെയ്യുന്നത് പൊസിഷനെയും വെലോസിറ്റിയാണ്. ഓക്കെ. ആൻഡ് സപ്പോസ് ഞാൻ ഈ പുതിയ ട്രജക്ടറി എടുക്കുന്നു ആൻഡ് ആ പുതിയ ട്രജക്ടറിയിൽ ആക്ഷൻ ഞാൻ അതിനെ എ ഡാഷ് എന്ന് വിളിക്കാൻ പോവാം. റൈറ്റ്. അതെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഇന്റഗ്രൽ ഓവർ എൽ എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വിക്ക് പകരം വി പ്ലസ് ഡെൽറ്റ വി ഡി ടി. ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ നോക്കേ, ഇതിപ്പോ ഒരു ഫംഗ്ഷൻ ആണ്. റൈറ്റ്. ആ ഫംഗ്ഷൻ ഞാൻ ഇവാലുവേറ്റ് ചെയ്തേക്കുന്നത് എക്സ് ചെയ്യുന്ന ഒരു സ്ലൈഡ് ചേഞ്ചിലുള്ള ഇവാലുവേഷൻ. എങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ഓൾറെഡി അറിയാം അനാലഗസ് ടു ദിസ് എക്സ്പ്രഷൻ. അതായത് സപ്പോസ് ഇപ്പൊ എന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്
ഓക്കെ അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ്. സപ്പോസ് ഈ ഫംഗ്ഷൻ ഞാനൊരു സ്ലൈഡ് ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ആണെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാലോ, അതായത് ഈ ഒബ്ജക്റ്റ് ഈക്വൽ ടു അതിന്റെ ഇനിഷ്യൽ വാല്യൂ പ്ലസ് ഈ എക്സ്ട്രാ ഫാക്ടർ വന്നുകൊണ്ടുണ്ടായ സ്ലൈഡ് ചേഞ്ച്. നമുക്ക് ഓൾറെഡി അറിയാം ഞാനൊരു ഡി എക്സ് ഒരു എക്സ്ട്രാ ഒരു ഡി എക്സ് ഞാൻ വേരിയിപ്പിച്ചാൽ വരുന്ന ഒരു സ്ലൈഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡി എഫ് ബൈ ഡി എക്സ് ആണ്. സോ ദാറ്റ് ഇവിടെ വരാൻ പോകുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ്. എക്സാക്ട്ലി സെയിം സാധനം തന്നെ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതാം. ഓക്കെ, ദിസ് ഇംപ്ലൈസ് എന്റെ എ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ. ഓക്കെ, എന്റെ ഫംഗ്ഷന്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എൽ എക്സ് വി തന്നെയാണ്. പ്ലസ് എക്സ്ട്രാ വരുന്ന കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഡോ എൽ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എൽ ബൈ ഡോ വി ഇൻറ്റു ഡി വൈ. ഇത് ആക്ച്വലി വേരിയേഷൻ ആണ്, ഡെൽറ്റ വി. ഓക്കെ, ഡി ടി. ഇനി ഒന്ന് കെയർഫുൾ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു എ ഡാഷ് ടൈംസ് ഇന്റഗ്രൽ എൽ എക്സ് വി ഡി ടി പ്ലസ് ഇന്റഗ്രൽ ഡോ എൽ ബൈ ഡോ എക്സ് ഡെൽറ്റ എക്സ് പ്ലസ് ഡോ എൽ ബൈ ഡോ വി ഡെൽറ്റ വി ഡി ടി. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇതാണ് എന്റെ ആക്ച്വൽ ഉള്ള ആക്ഷൻ. ഞാൻ ഈ പാത്തിന് സ്ലൈഡ് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എന്റെ ആക്ഷൻ കണ്ടോ, ആക്ച്വലി ഇനിഷ്യലി ഉണ്ടായിരുന്ന ആക്ഷൻ പ്ലസ് സംതിങ് എങ്കിൽ ഇതാണ് എന്റെ ചേഞ്ച് ഓഫ് ആക്ഷൻ, ഡെൽറ്റ ആക്ഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി ദാറ്റ് ഇംപ്ലൈസ് ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇന്റഗ്രൽ ഡോ എൽ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എൽ ബൈ ഡോ വി ഡി വി ഡി ടി. ഇനി ആക്ച്വലി ഇത് മിനിമം ആണെങ്കിൽ ആക്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച് 0 ആയിരിക്കണം. അതായത് ഞാൻ ഇത് 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം, ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഇത് 0 ആവുന്ന ട്രജക്ടറി ഏതാണോ അതാണ് ആക്ഷന്റെ വാല്യൂ മിനിമം കിട്ടുന്ന ട്രജക്ടറി. ഓക്കെ, സോ നമുക്ക് ആ ട്രജക്ടറി ഇവാലുവേറ്റ് ചെയ്യാം. സോ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കുറച്ച് സിമ്പിൾ കാൽക്കുലേഷൻ യൂസ് ചെയ്യാൻ പോകണം. അതായത് ഓക്കെ, ഇവിടെ ഡി എക്സ് എന്താണെന്ന് എനിക്ക് ഐഡിയ ഉണ്ട്, ബിക്കോസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത വേരിയേഷനാണ്. പക്ഷേ ഡി വി എന്ന് പറയുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ല, ബിക്കോസ് ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ ഫേക്ക് പാത്തും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഡെറിവേറ്റീവാണ്. സോ എനിക്ക് അത് അത്രത്തോളം ഐഡിയ അല്ല എന്തോ ബേസിക്കലി. സോ നമ്മുടെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ഇന്റഗ്രലിനെ ഈ ഡി വിന്ന് എലിമിനേറ്റ് ചെയ്യുക, ഡി വിയുടെ ടേം എലിമിനേറ്റ് ചെയ്യുക, പകരം തന്നെ എല്ലാത്തിനെയും ഡി എക്സിന്റെ ടേമിലോട്ട് കൊണ്ടുവരിക. അതാണ് നമ്മുടെ ആക്ച്വൽ ഉദ്ദേശം. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം, ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാൻ പോകണം. ദിസ് ഇംപ്ലൈസ് ഡെൽറ്റ എ ഈക്വൽ ടു ഫസ്റ്റ് എനിക്ക് എന്തായാലും എഴുതാം ഇന്റഗ്രൽ ഡോ എൽ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ എൽ ബൈ ഡോ വി. ആൻഡ് ഈ സാധനത്തിന് എനിക്ക് എന്തായാലും എഴുതാം ഡി ബൈ ഡി ടി ഓ ഡോ എക്സ്. അതായത് എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡോ എൽ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ്, ഇവിടെ നോക്കാം, ഒരു ഫംഗ്ഷൻ ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് അനദർ. ഓക്കെ, ഇത് ബേസിക്കലി ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ടൈംസ് ടൈം ഡെറിവേറ്റീവ് ഓഫ് അനദർ. എങ്കിൽ ഇപ്പൊ നോക്കി എനിക്ക് ഇതിനെ ഈ സാധനത്തിന് ഇങ്ങനെ എഴുതാം, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഫുൾ തിങ് ടൈംസ് ഡി എക്സ് മൈനസ് റിവേഴ്സ് ഓറിയന്റേഷനിലെ, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ വി ടൈംസ് ഡെൽറ്റ എക്സ് ഡി ടി. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ. ഓക്കെ, ഇവിടെ നോക്കി, ഒരു ഫംഗ്ഷൻ ടൈംസ് ഡെറിവേറ്റീവ് സംതിങ്. ഓക്കെ, അതിന് ഞാൻ എങ്ങനെ എഴുതി, ഈ ഫുൾ സാധനത്തിന്റെ ടൈം ഡെറിവേറ്റീവിന് ഈ ഡെറിവേറ്റീവിന്റെ ഓറിയന്റേഷൻ റിവേഴ്സ് ചെയ്ത് നമ്മൾ സാധനം സബ്ട്രാക്ട് ചെയ്തു. അതായത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് പ്രോഡക്റ്റ് റൂൾ 2 ഫംഗ്ഷൻ ആണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതുന്നത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി ആലോചിച്ച് നോക്കേ, എനിക്ക് ഇതിനകത്ത് എഴുതാം എഫ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഫുൾ ഫംഗ്ഷൻ മൈനസ് ഇതിന്റെ റിവേഴ്സ് ഡെറിവേറ്റീവ് സബ്ട്രാക്ട് ചെയ്യും. ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് വൺ ടേം ഈക്വൽ ടു ഫുൾ ഡെറിവേറ്റീവ് മൈനസ് ഡെറിവേറ്റീവ് റിവേഴ്സ് ചെയ്തു. ജസ്റ്റ് ഫോർ സിംപ്ലിസിറ്റി. റൈറ്റ്.
ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ സാധനത്തിന് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇതിൽ കണ്ടോ ഒരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവിന്റെ ടേം ഉണ്ട്. പക്ഷെ 3 ടേം ഉണ്ട്. ഇതൊരു ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഇത് ടോട്ടൽ ടൈം ഡെറിവേറ്റീവ്. എങ്കിൽ ഞാൻ ഇന്റഗ്രൽ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ആൻഡ് ഇന്റഗ്രൽ ഓവർ ടി എന്ന് പറയുമ്പോൾ ആ സാധനം ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഫൈൻ ആ ടേം എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം? ഡോ എൽ ബൈ ഡോ വി എക്സ് ഫ്രം ദ ലിമിറ്റ് ഇനിഷ്യൽ ടു ഫൈനൽ. അതിന്റെ ഇനിഷ്യൽ ടു ഫൈനൽ. അവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് ശ്രദ്ധിക്കണം, നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഇന്റഗ്രൽ. ഇവിടെ ഒരു കാര്യം നോക്കാം, ഈ 2 ടേമിലും കണ്ടോ ഡി എക്സ് കോമൺ ആണ്. സോ എനിക്ക് ഈ സാധനത്തിന് എങ്ങനെ എഴുതാം? ഡോ എൽ ബൈ ഡോ എക്സ് മൈനസ് ഡി ബൈ ഡി ടി ഒ ഡോ എൽ ബൈ ഡോ വി ഡെൽറ്റ എക്സ് ഡി. ഓക്കെ, ഇതിനല്ലേ നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്? യെസ്, ഈ ടേം ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഈ 2 ടേമാണ് ആക്ച്വലി. ഓക്കെ യെസ്. ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഞാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകും. ഓക്കെ, ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത ഫംഗ്ഷൻ ആണ് ആക്ച്വലി ആ ഡെൽറ്റ എക്സ്. ഓക്കെ, എന്റെ ഇനിഷ്യൽ പോയിന്റിലും ഫൈനൽ പോയിന്റിലും ഡെൽറ്റ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കണം. അതെ. റൈറ്റ്, കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് ഈ 2 എൻ പോയിന്റ്സ് എനിക്ക് ഫിക്സ് ചെയ്ത് നിർത്താൻ പറ്റും. അതെ, അവിടെ വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് എനിക്ക് എൻ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് ബാക്കി വേണം ഈ ഫംഗ്ഷൻ വേരി ചെയ്യാം. ബിക്കോസ് ഈ 2 പോയിന്റിലും ഫിക്സ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫംഗ്ഷൻസിനാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. സോ എന്റെ എൻ പോയിന്റിൽ ഫംഗ്ഷന് വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. സോ എന്റെ എൻ പോയിന്റിൽ ഫംഗ്ഷന്റെ വേരിയേഷൻസ് 0 ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ എന്റെ ഈ ബൗണ്ടറി ടേം, അതായത് ഈ ടേം 0 ആണ്. ഇനീഷ്യലിയും ഫൈനലിയും ബൗണ്ടറി ടേം 0 ആണ്. ഈ ടേം എന്തായാലും 0 ആണ്. 0 പ്ലസ് ബാക്കി ഇത് ഇന്റഗ്രൽ ഡോ എൽ ബൈ ഡോ എക്സ് മൈനസ് ഡി ബൈ ഡി ടി ഒ ഡോ എൽ ബൈ ഡോ വി ഡി എക്സ് ഡെൽറ്റ എക്സ് ഡി ടി. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി എന്തോന്ന് നമ്മുടെ വേരിയേഷൻ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സപ്പോസ് എന്റെ ഈ ട്രജക്ടറി അതിലാണ് ആക്ഷന്റെ വാല്യൂ മിനിമം. എന്റെ ഡെൽറ്റ ഐയുടെ വാല്യൂ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ട്രജക്ടറി ആണോ തരുന്നത് അതായിരിക്കും മിനിമം ട്രജക്ടറി. റൈറ്റ്, അപ്പൊ എനിക്ക് പറയാം ആക്ഷൻ മിനിമം ഇംപ്ലൈസ് ഈ ടേം 0 ആവണം. ബിക്കോസ് ഈ ഇന്റഗ്രൽ 0 ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു നിമിഷം, ഈ ആക്ഷൻ ടൈം മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എ മിനിമം ആകണം, ഡെൽറ്റ 0 ആകണം. ഡെൽറ്റ എ 0 ആകണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്ന ഈ ഫംഗ്ഷൻ 0. ഡെൽറ്റ എ വെറുതെ 0 ആകാൻ പോരാ, ഇറസ്പെക്റ്റീവ് ഓഫ് എന്റെ ചോയ്സ് ഓഫ് ദിസ് ഇൻഫിനിറ്റെസിമൽ പാത്ത്. ഓക്കെ, ഞാൻ ഏത് പാത്ത് ഇൻഫിനിറ്റെസിമൽ പാത്ത് ചൂസ് ചെയ്താലും എന്റെ ആക്ഷന്റെ ഫസ്റ്റ് ഓർഡർ ചേഞ്ച് 0 ആവണം. അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദിസ് തിങ്, ദിസ് ഫുൾ തിങ് ഷുഡ് ബി 0. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഈ സാധനം 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ആക്ഷൻ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ഡി ബൈ ഡി ടി ഒ ഡോ എൽ ബൈ ഡോ വി മൈനസ്, ഞാൻ ഓവറോൾ സൈൻ ഫ്ലിപ്പ് ചെയ്തു അത്രേ ഉള്ളൂ. ബിക്കോസ് ഈക്വൽ ടു 0 അല്ലേ, സൈൻ ഓവറോൾ ഫ്ലിപ്പ് ചെയ്താലും പ്രശ്നമല്ല, ഈക്വൽ ടു 0. ഇതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഈക്വേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ആലോചിച്ചു. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെയും ബിന്റെയും ഒരു ഫംഗ്ഷൻ ആണ്. ഞാൻ വിത്ത് റെസ്പെക്ട് ടു വിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് എക്സിന്റെയും ബിന്റെയും ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു. ഞാൻ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വിന്റെ ഡെറിവേറ്റീവ്സിന്റെ ടേം വരും. സോ ദാറ്റ് ഈ ടേമിനകത്ത് ആക്ച്വലി ആക്സലറേഷനും വെലോസിറ്റിയും പൊസിഷനും ഇൻവോൾവ് ആവാം. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, എക്സിന്റെയും വിന്റെയും ഡെറിവേറ്റീവ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ബേസിക്കലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെയും ബിന്റെയും ടേം എന്ന് വെച്ചാൽ ദിസ് ഹോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആക്സലറേഷനും വെലോസിറ്റിയും പൊസിഷനും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഈ ഹോൾ തിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ സാധനമാണ് ആക്സലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് വെലോസിറ്റി. ഇതാണ് ബേസിക്കലി ഹോൾ തിങ്. ഇതാണ് ബേസിക്കലി ന്യൂട്ടൺസ് ലോ. ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, എൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ പുറത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം. സോ അത് നിങ്ങൾ എഴുതി എഫ് ഈക്വൽ ടു എം എ, നിങ്ങൾ എം കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ നിങ്ങൾക്ക് കിട്ടും ആക്സലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡ് ചെയ്യാം. ഫോഴ്സ് ബേസിക്കലി എക്സിന്റെയും പൊസിഷന്റെയും വെലോസിറ്റിയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇതാണ് ആക്ച്വലി ഇക്വേഷൻസ് ഓഫ് മോഷൻ. സോ നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷനും കിട്ടി. സമ്മറി എന്ന് പറഞ്ഞത് ഇതാണ്.
അതായത് ഇവിടെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സ് ഉണ്ട്. പക്ഷെ ആക്ഷൻ മിനിമം ആവുന്ന പാർട്ട് സാറ്റിസ്ഫൈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ. ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ട്രജക്ടറി എന്താണോ, ഓക്കെ, അതായത് അതാണ് ആക്ച്വലി ആക്ഷൻ മിനിമം ആവുന്ന ട്രജക്ടറി. അതായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സിസ്റ്റം ആക്ച്വലി ഇവോൾവ് ചെയ്യുന്ന ട്രജക്ടറി. ഫോഴ്സ് ഒന്നും ഇല്ലാത്ത കേസിൽ നമ്മളത് പ്രൂവ് ചെയ്തു, അത് ട്രൂ ആണ്. അതെ. ഓക്കെ, നമ്മൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇത് ലീഡ് ചെയ്യുന്നത് ന്യൂട്ടൺസ് ലോയിലായിട്ടാണോ. അതെ. ഞാൻ ഇപ്പൊ ആക്ച്വലി പ്രൂവ് ചെയ്തിട്ടുള്ളത് ആക്സിലറേഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വി കിട്ടുമെന്നേ ആയിട്ടുള്ളൂ. അല്ല ദിസ് ഇംപ്ലൈസ് ന്യൂട്ടൺസ് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതാണ് ബേസിക്കലി ഓയിലർ ലഗ്രാഞ്ചസ് ഇക്വേഷൻ. അതെ. ഓക്കെ, ഇത് ബേസിക്കലി ന്യൂട്ടന്റെ ലോ തന്നെ, കുറച്ചുകൂടി ഒരു ജനറൽ കോൺടാക്സിലാണെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് വെറുതെ നോക്കാം ഇത് ആക്ച്വലി ഇത് റിയലി ഇതെന്താ ഇത് സാധനം മീൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചു കൂടാ. അതായത് ഈ എൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തോ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ മൈനസ് യു ഓഫ് എക്സ് ആണ്. അതെ. ഇതിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു വിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അതായത് ഡോ എൽ ബൈ ഡോ വി. വിത്ത് റെസ്പെക്ട് ടു വിയിൽ ഡിഫറൻഷിയേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഈ ഫസ്റ്റത്തെ ടേം മാത്രമേ കാണുള്ളൂ, ബിക്കോസ് ഇതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, ബിക്കോസ് എക്സും വിയും ഇൻഡിപെൻഡന്റ് ആണ്. സോ ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ആൻഡ് ഈ ടേം എന്ന് പറഞ്ഞാൽ ഹാഫ് എം കോൺസ്റ്റന്റ് ആണ്. ആൻഡ് വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2v. 2 ക്യാൻസൽ ആവും, എം വി. ആൻഡ് എങ്കിൽ ഡി ബൈ ഡി ടി ഓഫ്, അതായത് ഈ ഫുൾ തിങ് ഡോ എൽ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടിയിലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എം പുറത്തു വരും, ബാക്കി ഡി വി ബൈ ഡി ടി, അതായത് ഈ സാധനം ബേസിക്കലി എൻ എ. ഈ പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഈ സാധനത്തിന് വിത്ത് റെസ്പെക്ട് എക്സിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിയും എക്സും ഇൻഡിപെൻഡന്റ്, സോ ഫസ്റ്റ് ടേമിന് ഡെറിവേറ്റീവ് ഇല്ല. സെക്കൻഡ് ടേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഈക്വൽ ടു മൈനസ്, ബിക്കോസ് മൈനസ് സൈൻ ഓൾറെഡി ഉണ്ട്, ഈക്വൽ ടു ഓക്കെ എങ്കിൽ ഞാൻ ഇത് രണ്ടും ഞാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് കിട്ടാൻ പോകുന്ന പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് എം എ മൈനസ് മൈനസ് du by dx ഈക്വൽ ടു 0, അല്ലെങ്കിൽ എം എ ഈക്വൽ ടു മൈനസ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇതാണ് ബൈ ഡെഫിനിഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ച്വൽ ട്രജക്ടറി എങ്കിൽ ആ ആക്ച്വൽ ട്രജക്ടറിയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്ച്വലി ന്യൂട്ടന്റെ ലോ. ഓക്കെ, സോ നമ്മൾ പ്രൂവ് ചെയ്തു ആക്ഷൻ മിനിമം ആവുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യലി ന്യൂട്ടന്റെ ലോ സാറ്റിസ്ഫൈ ചെയ്ത പാർട്ട് തന്നെയാണ്. സോ നമുക്ക് ഫൈനലി മനസ്സിലായി ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലന്റ് ടു ന്യൂട്ടൺസ് ഫോർമുലേഷൻ തന്നെ. അല്ല, അപ്പൊ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കണ്ടേ, du ബൈ മൈനസ് du ബൈ dx ഉപയോഗിക്കണം. അതൊരു അതായത് ഈ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ആക്ച്വലി ന്യൂട്ടന്റെ ലോസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിലൂടെ തിങ്ക് ചെയ്യാറില്ല എന്റെ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് ഈവൻ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കേസിൽ നമ്മൾ ന്യൂട്ടൻ ലോ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ പറഞ്ഞാൽ ഈ ഫോർമുലസത്തിനകത്തൂടെ നോക്കേ ഫൈനലി എനിക്ക് മനസ്സിലായി എം എ ഈക്വൽ ടു ഫോഴ്സ്, പക്ഷെ ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ du ബൈ dx ആണ്. അതായത് ഒരു പൊട്ടൻഷ്യൽ നിന്ന് എനിക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫോഴ്സസിനെ മാത്രമേ എനിക്ക് ഇതിൽ ഈ ഫോർമുലസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ആക്ച്വലി ഇത് പറയും. അതായത് കൺസർവേറ്റീവ് ഫോഴ്സസ് മാത്രമേ എന്റെ ഈ ആക്ഷൻ മിനിമം ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനകത്തുനിന്ന് കൺസർവേറ്റീവ് ഫോഴ്സ് കാരണമുള്ള ട്രജക്ടറീസ് മാത്രമേ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി. അപ്പൊ ഇവിടെ സംഭവം പറഞ്ഞില്ല, ആക്ച്വലി നമ്മുടെ നേച്ചറിലുള്ള എല്ലാ ഫണ്ടമെന്റൽ ഫോഴ്സസും കൺസർവേറ്റീവ് ആണ്. അതായത് ഫോഴ്സസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചില ഫൈൻ ഡീറ്റെയിൽസ് നമുക്ക് അറിയാത്തതുകൊണ്ട്, നമ്മുടെ ഇൻഫർമേഷൻസ് ഇല്ലാത്തതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്രിക്ഷന്റെ കേസിലാണെങ്കിൽ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, ഈ ഒബ്ജക്ട് മൂവ് ചെയ്യുന്ന ട്രജക്ടറിയിൽ അവിടെ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഓരോ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് ഈ ഒബ്ജക്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. സോ ഇതിന് എനർജി ലോസ് ആവുന്നുണ്ട്. ഈ ലോസസ് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിന് എനിക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. ബിക്കോസ് ഫ്രിക്ഷണൽ ഫോഴ്സ് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് പറഞ്ഞാൽ കൺസർവേറ്റീവ് ആണ്. റൈറ്റ്. പക്ഷെ നമുക്ക് ഇൻഫർമേഷൻ സെൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ കൺസർവേറ്റീവ് ആണ്. സോ ഇൻഫർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫണ്ടമെന്റൽ തിയറി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ മോർ ഡോമിനന്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ്. അതിനകത്ത് ഒരിക്കലും നോൺ കൺസർവേറ്റീവിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്നില്ല, ഇൻഫർമേഷൻ ഇല്ല. ഓക്കെ, അപ്പോ നമ്മൾ ഓൾറെഡി നമ്മൾ 1 ഡയമെൻഷന്റെ കേസ് നമ്മൾ കംപ്ലീറ്റ്ലി പ്രൂവ് ചെയ്തു. എങ്കിൽ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ മോഷൻ, അതായത് സപ്പോസ് ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്ല് ഞാൻ ഇങ്ങനെ എറിയുന്നു, ഇത് പോകുന്നു, തിരിച്ചു വരുന്നു. ഈ കേസ് ആക്ച്വലി ഇപ്പൊ പറഞ്ഞേ ഇതിനെ ക്വസ്റ്റൻ സപ്പോസ് ഞാൻ കല്ല് എങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ആക്ച്വലി ആക്ഷൻ മിനിമൈസ് ചെയ്യുന്ന പാർട്ടി കൂടെ തന്നെയാണോ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത്. അവിടെയും ആക്ച്വലി ഇതേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ട്രൂ ആണോ എന്നാണ് എനിക്ക് അറിയാം. ഇനി നമുക്ക് നോക്കാം അവിടെ എന്താ വ്യത്യാസം വരുന്നത്. അവിടെ വരുന്ന ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്റെ ലഗ്രാഞ്ചിയൻ മുമ്പ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് എക്സിനെയും എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റിനെയും മാത്രമായിരുന്നു. അപ്പൊ ഇവിടെയാണെങ്കിൽ വരാൻ പോകുന്ന പറഞ്ഞാൽ വൈ കമ്പോണന്റ് വരും, ഇസഡ് കമ്പോണന്റ് വരും. ഇവിടെ വി വൈയും വരും,
ഇസഡ് ഈ ഇസഡും വരും. ഇനി ജസ്റ്റ് നോക്കുക നമ്മുടെ മുമ്പത്തെ ഫോർമുലസ്, അതായത് ഓക്കെ എസ് ഗോസ് ടു എക്സ് പ്ലസ് ഡി എക്സ്, ഉം. സിമിലർലി വൈ ഗോസ് ടു വൈ പ്ലസ് ഡെൽറ്റ വൈ, ഇസഡ് ഗോസ് ടു ഇസഡ് പ്ലസ്. സിമിലർലി വെലോസിറ്റിയും വരും. അതെ ഈ സ്റ്റെപ്പിനകത്ത് മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. അതായത് ഞാൻ ദാ ഈ ടേം എഴുതുമ്പോൾ ആ. ഇവിടെ എക്സ് വൈ ഇസഡ് വി എക്സ് വി വൈ വി ഇസഡ് പ്ലസ് ഇവിടെ എക്സ്ട്രാ ഡോ എൽ ബൈ ഡോ എക്സ് ഡി എക്സ്, ഉം. അതിന്റെ കൂടെ ഈ ഫാക്ടർ ഓൾറെഡി ഉണ്ട്. എക്സ്ട്രാ അടുത്ത ടേം എന്ന് പറയുന്നത് ഡോ എൽ ബൈ ഡോ ഡോ വൈ ഡെൽറ്റ ഡെൽറ്റ വൈ വൈ ആൻഡ് ഡോ എൽ ബൈ ഡോ ഡോ വി വി വൈ ഡെൽറ്റ വി വി ബൈ ബൈ യെസ്. ഇസഡിന് ഒരു എക്സ്ട്രാ ഒരു ടേം വരും. ബാക്കി സ്റ്റെപ്പ് എല്ലാം എക്സാക്ട്ലി ഇതേപോലെ തന്നെ ഫോളോ ചെയ്യും. ഓക്കെ ഫൈനലി ഇവിടെ വരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ടേം ഉണ്ട് പ്ലസ് എക്സിന് പകരം വൈ റീപ്ലേസ് ചെയ്ത ടേം ഒരെണ്ണം വരും, ഇസഡ് റീപ്ലേസ് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്ത യെസ് യെസ്. എക്സും വൈയും ഇസഡും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. അതെ എന്ന് വെച്ചാൽ ഈ ഫുൾ തിങ് സീറോ ആവണം. ഫൈനലി വരുന്ന സമയത്ത് ഈ ഫുൾ തിങ് സീറോ ആവണമെന്നുണ്ടെങ്കിൽ ടേം ബൈ ടേം സീറോ ആവണം. അതായത് എക്സിന്റെ വെർഷൻ കംപ്ലീറ്റ്ലി സീറോ ആവണം, വൈന്റെ വെർഷൻ കംപ്ലീറ്റ്ലി സീറോ ആണ്, ഇസഡിന്റെ വെർഷൻ കംപ്ലീറ്റ്ലി സീറോ ആവണം. ആ. അതായത് എനിക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന എക്സ്പ്രഷൻ എന്ന് ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എൽ ബൈ ഡോ വി എക്സ് മൈനസ് ഡോ എൽ ബൈ ഡോ വി ഡോ എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് ഇവിടെ വൈ വരുന്ന വെർഷൻ ഇസഡ് വരുന്ന വെർഷൻ ഇൻഡിപെൻഡന്റ് സീറോ ആണ്. അതായത് ഇതിന്റെ മൂന്ന് ഇക്വേഷൻ വരും. മൂന്ന് ഇക്വേഷൻ കിട്ടും. അപ്പൊ അതിനെ ജനറൽ ആയിട്ട് എഴുതും. യെസ്, ആ മൂന്ന് Dou L ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ് ആക്ച്വലി എന്റെ പ്രൊജക്ട്. യെസ് ഇത് ആക്ച്വലി ന്യൂട്ടന്റെ നമ്മൾ ഇതാ ചെയ്യുന്നത്. അതായത് ഒരു 3 ഡയമെൻഷണൽ പ്രോബ്ലം ചെയ്യുന്നെങ്കിൽ ഞാൻ എക്സ് ഡയറക്ഷനിൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എം എ എക്സ്, എഫ് വൈ ഇസ് ഈക്വൽ ടു എം എ വൈ, എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എം എ ഇസഡ്. അതായത് മൂന്ന് യെസ് ഇക്വേഷൻ സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. എങ്കിൽ വേറെ ക്വസ്റ്റൻ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ സംസാരിച്ച സിംഗിൾ പാർട്ടികളെ പറ്റിയാണ്. ആ. സപ്പോസ് ഇവിടെ 2 പാർട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓ. അതായത് ഒന്നിലധികം പാർട്ടികൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതെ. എങ്കിലും ഇവിടെ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒന്നാമത്തെ പാർട്ടികളുടെ എക്സ് കോർഡിനേറ്റ്, ഒന്നാമത്തെ പാർട്ടികളുടെ വൈ കോർഡിനേറ്റ്, ഒന്നാമത്തെ പാർട്ടികളുടെ ഇസഡ് കോർഡിനേറ്റ്, യെസ് രണ്ടാമത്തെ പാർട്ടികളുടെ എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തെ പാർട്ടികളുടെ വൈ കോർഡിനേറ്റ്, രണ്ടാമത്തെ പാർട്ടികളുടെ ഇസഡ് കോർഡിനേറ്റ്. സിമിലർലി ഒന്നാമത്തെ പാർട്ടികളുടെ വെലോസിറ്റി, രണ്ടാമത്തെ പാർട്ടികളുടെ വെലോസിറ്റി എക്സെട്രാ. യെസ് 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 യെസ്. ഓക്കെ ക്ലിയർ. അതായത് ഇവിടെ എത്ര പെയേഴ്സ് ഉണ്ടാവും? ഇവിടുത്തെ രണ്ട് അതെ അതെ രണ്ട് രണ്ട് പാർട്ടികളാണെങ്കിൽ പൊട്ടൻഷ്യൽ. അത് ഇവിടെ പൊട്ടൻഷ്യൽ ടേം എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ടുപേർക്കിടയിൽ ഇന്ററാക്ഷൻ പൊട്ടൻഷ്യൽ ടേം ആയിരിക്കും ഇവിടെ എഴുതാൻ പോകുന്നത്. ബിക്കോസ് രണ്ടുപേർക്കിടയിൽ ഇന്ററാക്ഷൻ ഉണ്ടല്ലോ. അതെ. ആൻഡ് നമ്മുടെ ഈ ഇക്വേഷനിൽ വരുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അതായത് ഇവിടെ ഞാൻ ഈ ടേം എഴുതുന്ന സമയത്ത് ഡോ എൽ ബൈ ഡോ എക്സ് വൺ ഡി എക്സ്, ഡോ എൽ ബൈ ഡോ വി വൺ ഡി വൈ എന്ന് പറയുന്നത് പോലെ ഡോ എൽ ബൈ ഡോ എക്സ് ടു ഡി എക്സ് ടു, ഡോ എൽ ബൈ എക്സെട്രാ. യെസ് ആൻഡ് ഈ സ്റ്റെപ്സ് വരുന്ന സമയത്ത് ഫൈനലി ഞാൻ ഇവിടെ എത്തുമ്പോൾ എക്സിന്റെയും വൈന്റെയും ഇസഡിന്റെയും വേർഷൻ 2 പാർട്ടുകളിലും കാണും. അതായത് മൊത്തത്തിൽ എനിക്ക് 6 ഇക്വേഷൻസ് വേണ്ടി വരും. ഓക്കെ 6 ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്യേണ്ടി വരും. ന്യൂട്ടന്റെ ലോയിലും അതാ ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടികളുടെ 3 ഡയറക്ഷൻ എഫ് ഈക്വൽ ടു എം എ സോൾവ് ചെയ്യണം, രണ്ടാമത്തെ പാർട്ടികളുടെയും 3 ഡയറക്ഷൻ എഫ് ഈക്വൽ ടു എം എ സോൾവ് ചെയ്യണം. 6 ഇക്വേഷൻ. സപ്പോസ് ഇവിടെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് 3n നമ്പർ ഓഫ് ഇക്വേഷൻസ് ഞാൻ സോൾവ് ചെയ്യേണ്ടി വരും. ന്യൂട്ടന്റെ ലോയിലും അതാ ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. ഞാൻ ചോദിക്കാൻ വന്ന 2 പാർട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ അപ്പൊ കൺസിഡർ ചെയ്യുന്നുണ്ട്. കൺസിഡർ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് 6 ഇക്വേഷൻ വന്നത്. അല്ലല്ല എല്ലിനകത്തത് കൺസിഡർ ചെയ്യുന്നു. 2 പാർട്ടിക്കിൾസ് വരുവാണെങ്കിൽ ലഗ്രാഞ്ചിനകത്ത് ഒന്നാമത്തെ പാർട്ടികളുടെ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സും വരും, രണ്ടാമത്തെ പാർട്ടികളുടെ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് വരും, ഒന്നാമത്തെ പാർട്ടികളുടെ എല്ലാ വെലോസിറ്റി കമ്പോണന്റും വരും, രണ്ടാമത്തെ പാർട്ടികളുടെ എല്ലാ വെലോസിറ്റി കമ്പോണൻസും വരും. അപ്പൊ ഈ ഇന്ററാക്ഷന്റെ ഫലമായിട്ട് നമുക്ക് ബിക്കോസ് ലഗ്രാഞ്ചിന്റെ കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. ആ പൊട്ടൻഷ്യൽ എനർജി വരും ഇന്ററാക്ഷൻ വരും. 2 ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അവർക്കിടക്കുള്ള ഇന്ററാക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ R. ആ ടേം എനിക്ക് ഇവിടെ വരാൻ പോകുന്നത്. ഈ R എന്ന് പറഞ്ഞാൽ ഇവർക്കിടക്കുള്ള ഡിസ്റ്റൻസ്. അത് ഞാൻ ഇക്വേഷൻ വെച്ച് എഴുതുന്ന സമയത്ത് ഞാൻ എങ്ങനെ റൂട്ട് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ആ ഫുൾ ടേം കണ്ടോ? എക്സിന്റെയും 2 പാർട്ടികളുടെയും കോർഡിനേറ്റ്സിന്റെ ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ മൊത്തം നോക്കിയാൽ 6 കോർഡിനേറ്റ്സ് അവിടെ തന്നെ വന്നു. ഓക്കെ ആൻഡ് കൈനറ്റിക് എനർജി ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിന്റെ ഇൻഡിവിജ്വൽ കൈനറ്റിക് എനർജി. ഒന്നാമത്തെ പാർട്ടികളുടെ കൈനറ്റിക് എനർജി ഹാഫ് m1 vx1 സ്ക്വയർ പ്ലസ് vy1 സ്ക്വയർ പ്ലസ് vz1 സ്ക്വയർ. രണ്ടാമത്തെ പാർട്ടികളുടെ കേസിൽ ആണെങ്കിൽ ഹാഫ് m2 vx2 സ്ക്വയർ പ്ലസ് vy2 സ്ക്വയർ പ്ലസ് vz2 സ്ക്വയർ. ടോട്ടൽ കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ. സോ എൻറ്റയർ ലഗ്രാഞ്ച് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് 6 ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് വരും. സോ 6 ഇൻഡിപെൻഡന്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആക്ച്വലി കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടും. സോ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ ഫോർമുലസ് യൂസ് ചെയ്ത് എനിക്ക് എനി n നമ്പർ ഓഫ് പാർട്ടിക്കിൾ സിസ്റ്റം എനിക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാം, പ്രൊവൈഡഡ് എനിക്ക് എന്റെ ലഗ്രാഞ്ചൻ അറിയാമെന്നുണ്ടെങ്കിൽ. എന്തോ പറയുന്നേ ഇവിടെ നമ്മളെ ഇതിന്റെ അവസാനം ന്യൂട്ടൺസ് മെക്കാനിസം തന്നെ അല്ലേ, ന്യൂട്ടൺസ് ഇക്വേഷൻ തന്നെ അല്ലേ അങ്ങോട്ട് ഡിറൈവ് ചെയ്തത്. എങ്കിൽ പിന്നെ അത് തന്നെ ഉപയോഗിച്ചാൽ പോരെ. എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം? അതിനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺസിലേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ആക്ഷൻ പ്രിൻസിപ്പിൾ ഫോർമുലിസത്തിന്റെ ഒരു പ്രത്യേകത
ഇത് ആക്ച്വലി സപ്പോസ് നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ പോകുന്ന റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളിനെ പറ്റി. സപ്പോസ് എന്റെ റിലേറ്റിവിസ്റ്റിക് പാർട്ടികൾ ഉണ്ട്, അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുവാണ്. ഓക്കെ, ഈ സിനാരിയോയിൽ ഒരിക്കലും എനിക്ക് ഈവൻ F=ma യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ന്യൂട്ടന്റെ തേർഡ് ലോ പോലും ആക്ച്വലി മാഗ്നറ്റിക് ഫീൽഡ് പ്രോബ്ലത്തിനകത്തുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല. റൈറ്റ്, അതായത് F=ma, അതായത് ന്യൂട്ടന്റെ ഫോർമുലിസം ആക്ച്വലി ജനറൽ അല്ല. പക്ഷേ ഈ ആക്ഷൻ പ്രിൻസിപ്പിൾ ഫോർമുലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നീ ഇപ്പൊ സംസാരിക്കുന്ന ഒപ്റ്റിക്സ് ആണെങ്കിലും ഈ ആക്ഷൻ പ്രിൻസിപ്പിൾസിന്റെ അതേ ഫിലോസഫിയാണ് ആക്ച്വലി ഒപ്റ്റിക്സിനകത്ത് നിനക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് സപ്പോസ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലാണ്, ആൻഡ് ആ പാർട്ടിക്കിൾ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിളാണ്. അങ്ങനെയാണെങ്കിലും ആക്ച്വലി നിനക്കൊരു പർട്ടിക്കുലർ ആക്ഷൻ കണ്ടുപിടിക്കാം. യു ക്യാൻ ഫൈൻഡ് എ ലഗ്രാൻജിയൻ, സോ ദാറ്റ് നമുക്ക് എഴുതാം ആ ലഗ്രാൻജിയന്റെ ഇന്റഗ്രലാണ് ആക്ഷൻ. അല്ല അതൊരിച്ചിരി മറ്റേ ആവണമെന്നില്ല. ഓക്കെ, അത് ആക്ച്വലി ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലഗ്രാൻജിയൻ ആണ്. അത് നീ എക്സ്പെരിമെന്റലി നീ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാ സപ്പോസ് നീ ഫോഴ്സ് എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റ് ചെയ്യില്ലേ, അതുപോലെ നീ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലഗ്രാൻജിയൻ, അതായത് റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ആ ലഗ്രാൻജിയൻ നീ ഇൻഡിപെൻഡന്റ്ലി നീ കണ്ടുപിടിക്കണം. എങ്കിൽ നിനക്ക് പറയാം നിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ ലഗ്രാൻജിയൻ dt ആണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തുവാണ്, d/dt ഓഫ് ∂L/∂v മൈനസ് ∂L/∂x ആണ് ബേസിക്കലി ഇക്വേഷൻ ഓഫ് മോഷൻ. അത് ഈ ആക്ഷൻ പ്രിൻസിപ്പിൾ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആണ്. ഈ സ്ട്രക്ചർ എക്സാക്ട്ലി റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ആണെങ്കിൽ ഇത് അതുപോലെ തന്നെ പോകും, പക്ഷെ ന്യൂട്ടന്റെ ലോ പോകത്തില്ല. മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ആക്ച്വലി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ആക്ച്വലി നമ്മുടെ വേൾഡ് റിലേറ്റിവിസ്റ്റിക് ആണ്. സോ നീ റിലേറ്റിവിസ്റ്റിക് സിനാരിയോയിലെ ലഗ്രാൻജ് നിനക്ക് എന്താണെന്ന് അറിയാമെങ്കിൽ പിന്നെ നീ കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ നീ ഓർത്തിരിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ആ ലഗ്രാൻജ് നമുക്ക് അറിയാമെങ്കിൽ അത് യൂസ് ചെയ്യുക. എന്നിട്ട് സപ്പോസ് ഇതിന്റെ വെലോസിറ്റി വളരെ കുറവാണെങ്കിൽ നിനക്ക് പറയാം v/c → 0 ആണ്. ആ കേസിൽ ലഗ്രാൻജിയൻ എന്താവോ അതാണ് ആക്ച്വലി നോൺ റിലേറ്റീവ് കേസിലെ ലഗ്രാൻജിയൻ. ഓക്കെ, ഈവൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സിൽ പോലും ആക്ച്വലി ആക്ഷൻ പ്രിൻസിപ്പിളിന്റെ ഒരു വേർഷൻ അതാണ് ആക്ച്വലി ആക്ഷൻ പ്രിൻസിപ്പിൾ. ആക്ഷൻ പ്രിൻസിപ്പിളിന്റെ ഒറിജിൻ ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ ആക്ച്വലി ആക്ഷൻ പ്രിൻസിപ്പിൾ വരുന്നതാണ്. അപ്പൊ ആക്ച്വലി ഒരു ആക്ഷൻ പ്രിൻസിപ്പിളിന്റെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ വേർഷൻ ഉണ്ട്. റൈറ്റ്, അതിന്റെ ഒരു ക്ലാസിക്കലൈസ്ഡ് വേർഷനാണ് ഈ കണ്ടത്. റൈറ്റ്, അപ്പൊ ഇതൊരു ജനറൽ ഫിലോസഫിയാണ്. നേച്ചർ ഇങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നതെന്ന് വേണേൽ പറയാം. ഓക്കെ, ന്യൂട്ടോണിയൻ ലോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു തരത്തിൽ പറയാം കമ്പ്യൂട്ടേഷണൽ പർപ്പസിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വേ ഓഫ് അപ്രോച്ചാണ്. അതാണ് ബേസിക്കലി ന്യൂട്ടൺസ് ലോ. റൈറ്റ്, ഓക്കെ. ഇതാണ് ആക്ച്വലി നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചത്. അതായത് സപ്പോസ് നമ്മുടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആൻഡ് ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് അത് റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ആണ്, ആൻഡ് അത് മൂവ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ബേസിക്കലി ആക്ഷന്റെ ഫോം. റൈറ്റ്, ഇവിടെ ഒരിക്കലും ഈ അതായത് ഈ കിടക്കുന്ന ഫുൾ ക്വാണ്ടിറ്റി, അതായത് ഞാൻ ഈ ഫുൾ ടൈം ഇന്റഗ്രൽ ഞാൻ ഒരു സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വരാൻ പോകുന്ന -mc² ടൈംസ് √1 - v²/c² - q × 5 - v.a. ഇതാണ് ബേസിക്കലി നമ്മുടെ ലഗ്രാൻജിയൻ. ഓക്കെ, ഇതൊരിക്കലും കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കരുത്, ഇത് അങ്ങനെ ഒരു സംഭവമേ അല്ല. റൈറ്റ്, അതായത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഒരു ലഗ്രാൻജിയൻ ആക്ച്വലി നമ്മൾ ഗസ് ചെയ്യുക. അത് ആക്ച്വലി ഗസ് ചെയ്യല്ല, നമ്മൾ ഒരുപാട് ഫിനോമിനാസ് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ നമ്മൾ അങ്ങനെ ഒരു ലഗ്രാൻജിയൻ നമ്മൾ കണ്ടുപിടിക്കുക, ആൻഡ് അത് ഈ ആക്ഷൻ പ്രിൻസിപ്പിളിൽ നമുക്ക് അതിന്റെ കറക്റ്റ് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് ലഗ്രാൻജിയൻ. ഓക്കെ, ഇതാണ് ആക്ച്വലി ഒരു റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ലഗ്രാൻജിയൻ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി ഇപ്പൊ നമുക്ക് ലഗ്രാൻജിയൻ അറിയാം, നമ്മൾ മുമ്പ് യൂസ് ചെയ്യുന്ന ഇതെന്തൊക്കെയാണ്? റൈറ്റ്, ഈ φ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്കെലാർ പൊട്ടൻഷ്യൽ, അതായത് ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇതാണ് വെക്ടർ പൊട്ടൻഷ്യൽ. ഇതിനകത്ത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഒബ്റ്റെയിൻ ചെയ്യാം. റൈറ്റ്, ഓക്കെ, അതായത് ഈ ആക്ച്വലി ഈ φ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി രണ്ട് ഫീൽഡ്സ് ആണ്. അത് ബേസിക്കലി ഡിപെൻഡ് ചെയ്യുന്നത് പൊസിഷൻ കോർഡിനേറ്റിനെ ഡിപെൻഡ് ചെയ്യും, ടൈം കോർഡിനേറ്റിനെ ഡിപെൻഡ് ചെയ്യും. റൈറ്റ്, ഓക്കെ. സോ അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ഇലക്ട്രോ മാഗ്നറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പാരാമീറ്റേഴ്സ് ആണ്. സോ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബേസിക്കലി ഇതിനകത്താണ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഇരിക്കുന്നത്. അതായത് സപ്പോസ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്യുവർ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ മാത്രമാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. എങ്കിൽ ഇതാണ് ആക്ച്വലി റിലേറ്റിവിസ്റ്റിക് ഫ്രീ പാർട്ടിക്കിളിന്റെ കേസിലുള്ള ലഗ്രാൻജിയൻ ഇത്രേ വരത്തുള്ളൂ. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി മുമ്പ് നമ്മുടെ ഓയിലർ ലഗ്രാൻജസ് ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഞാൻ എക്സാക്ട്ലി ഈ ഇക്വേഷനകത്തോട്ട് ഞാൻ ഈ ലഗ്രാൻജിയൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി F=ma ആണ്. ഓക്കെ, പക്ഷെ നമുക്കറിയാം റിലേറ്റിവിസ്റ്റിക്കലി F=ma ട്രൂ അല്ല. ഓക്കെ, ഈവൻ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതാണ് യഥാർത്ഥത്തിൽ ജനറൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ റിലേറ്റിവിസ്റ്റിക് ഈ ലഗ്രാൻജിനോട് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാം. ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ ഈ സ്ട്രക്ചറിലായിരിക്കും. d/dt of p = q × e + v × p. ആക്ച്വലി ഈ കിടക്കുന്ന സാധനത്തിന്റെ സ്പേസ് ഡെറിവേറ്റീവ് ഗ്രേഡിയന്റ് ആണ് ബേസിക്കലി ഈ സാധനം. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ആക്ച്വലി ഈ വെക്ടർ പൊട്ടൻഷ്യലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കിടക്കുന്ന പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ്, അതായത് പണ്ടാണെങ്കിൽ നമ്മുടെ മൊമെന്റോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി m × v ആണ്. നമുക്കറിയാം റിലേറ്റിവിസ്റ്റിക്കലി മൊമെന്റ് m × v അല്ല.
ആക്ച്വലി ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ മൊമെന്റത്തിന് പകരം നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റിവിസ്റ്റിക് മൊമെന്റത്തിന്റെ ഇക്വേഷൻ തന്നെ, അതായത് 1 - v²/c² തന്നെയായിരിക്കും. അതായത് ഒരു പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ് ആക്ച്വലി നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ആക്ഷനിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഇത് കറക്റ്റ് ആണെന്നൊക്കെ ഒന്ന് വേണേൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് നമുക്കൊന്ന് ആലോചിക്കാം, സപ്പോസ് ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിസമേ ഇല്ല, അതായത് ഈ ടേം കംപ്ലീറ്റ്ലി ഇല്ല എന്ന് വെച്ചു, അതായത് ഈ ടേം കംപ്ലീറ്റ്ലി ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ കേസിൽ നമ്മുടെ ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, അതായത് നമ്മുടെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ T1 to T2 മൈനസ് m0c² റൂട്ട് 1 - v²/c² dt. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. സപ്പോസ് നമ്മുടെ ഈ പാർട്ടിക്കിൾ നോൺ റിലേറ്റിവിസ്റ്റിക് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നോൺ റിലേറ്റിവിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കണം. അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി v/c goes to 0 ആണ്. സോ അതായത് ഈ v/c അപ്രോക്സിമറ്റ്ലി 0 ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് ഓൾറെഡി ഈ റിസൾട്ട് അറിയാം, അതായത് 1 + x ഹോൾ റൈസ് ടു n, എന്നിന്റെ എക്സിന്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ നമുക്ക് ഇതിന് അപ്രോക്സിമറ്റ്ലി എങ്ങനെ എഴുതാം, അപ്രോക്സിമറ്റ്ലി ഇത് 1 + nx ആണ്. സോ ഞാൻ ആ അപ്രോക്സിമേഷനോടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ആക്ഷൻ എന്ത് സംഭവിക്കും, ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ T1 to T2 മൈനസ് m0c² ടൈംസ് 1, ഇത് ഹോൾ റൈസ് ടു 1/2 ആണ്. സോ 1/2 ഇവിടെ വരും. സോ 1 - ½ v²/c² dt. ഇനി ഞാൻ സ്ലൈറ്റ്ലി സിംപ്ലിഫൈ ചെയ്താൽ ഈ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് m0c² ഇന്റഗ്രൽ T1 to T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് T2 - T1. T2 - T1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടി ആണ്, ജസ്റ്റ് ഒരു നമ്പറാണ്. ഓക്കെ, അടുത്ത ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കുക, പ്ലസ് m0 എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിന്റെ റെസ്റ്റ് മാസ് ആണ്. ആൻഡ് ഈ c² ബാക്കി v² ഇന്റഗ്രൽ T1 to T2 dt. ഇവിടെ മനസ്സിലാക്കുക, ഇതാണ് ആക്ച്വലി നമ്മുടെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന അപ്രോക്സിമേറ്റഡ് ആക്ഷൻ. സംഭവം ചോദിക്കാം, അതായത് നമുക്ക് ഓൾറെഡി അറിയാം നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ ഇതായിരുന്നു നമ്മുടെ ആക്ഷൻ, അതായത് ജസ്റ്റ് ഫ്രീ പാർട്ടിക്കിളിന്റെ കേസിൽ ½ m0 v² ആയിരുന്നു. പക്ഷെ ഇവിടെ കണ്ടോ ഒരു എക്സ്ട്രാ ഒരു ടേം വന്നു, ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ. പക്ഷെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക, നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ നമ്മുടെ ആക്ഷൻ അതായത് ഫ്രീ പാർട്ടിക്കിളിന്റെ കേസിൽ ½ mv² ആണെങ്കിലും ഈ ആക്ഷന്റെ കൂടെ സപ്പോസ് ഞാനൊരു എക്സ്ട്രാ ഒരു നമ്പർ ആഡ് ചെയ്യുന്നു വെച്ചോ, എന്തായാലും എൻഡ് ഓഫ് ഡേ ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഫറെന്റ് പാത്ത് എടുത്തിട്ട് ഏത് പാത്തിലാണ് ഏറ്റവും മിനിമം ആവുന്നതെന്നാണ് നോക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കേ, ഈ ക്വാണ്ടിറ്റി മിനിമം ആവുന്ന അതേ പാത്തിൽ തന്നെ ആയിരിക്കും അതിന്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി മിനിമം ആവുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ലഗ്രാഞ്ചിന്റെ കൂടെ ആക്ച്വലി നിങ്ങൾ ഒരു നമ്പർ ആഡ് ചെയ്താലും ഫിസിക്സിലൂടെ വ്യത്യാസമല്ല, നിങ്ങളുടെ പാത്ത് വേരി ചെയ്യത്തില്ല. ആക്ച്വലി കുറച്ചും കൂടെ ഇവിടെ ഒരു ഫ്രീഡം ഉണ്ട്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഗ്രാഞ്ചിന്റെ കൂടെ ഒരു നമ്പർ മാത്രമല്ല, അതായത് ഒരു ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് ഓഫ് എനി ഫംഗ്ഷൻ ആഡ് ചെയ്യാം, ഫിസിക്സിൽ യാതൊരു വ്യത്യാസം വരില്ല. ഞാൻ ആ ഡീറ്റെയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നമ്മുടെ നോൺ റിലേറ്റിവിസ്റ്റിക് ലഗ്രാഞ്ചിയൻ ഫ്രീ പാർട്ടിക്കിളിന്റെ ലഗ്രാഞ്ചിയൻ നമുക്ക് റിലേറ്റിവിസ്റ്റിക് സെറ്റപ്പിൽ നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ സംഭവം ട്രൂ ആണ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. സപ്പോസ് നിങ്ങളുടെ പ്രോബ്ലത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെന്ന് വെച്ചു, നിങ്ങൾ ഫുള്ളി ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതായത് ഈ ടേം ഇല്ല, നിങ്ങളുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ -mc² റൂട്ട് 1 - v²/c² മൈനസ് q ടൈംസ് 5 അത്രേ ഉള്ളൂ. എങ്കിൽ ആക്ച്വലി ഈ ഫുൾ സംഭവം അതായത് നിങ്ങൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dp/dt പ്രൊവൈഡഡ് നിങ്ങളുടെ p എന്ന് പറഞ്ഞാൽ ഇതാ, ഓക്കെ, ഈക്വൽ ടു f. ആ f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q ടൈംസ് മൈനസ് d5/dx എന്നായിരിക്കും. ബിക്കോസ് ഇതാണ് ആക്ച്വലി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾക്ക് എക്സാക്ട്ലി -q മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത കേസിൽ അതാണ് ആക്ച്വൽ റിസൾട്ട്. സോ അപ്പൊ നമുക്കിപ്പോ കംപ്ലീറ്റ്ലി മനസ്സിലായി എന്താണ് ഒരു റിലേറ്റിവിസ്റ്റിക് കേസിൽ ലഗ്രാഞ്ചിൽ എന്ത് വ്യത്യാസം വരുന്നത്, അതെങ്ങനെയാണ് നോൺ റിലേറ്റിവിസ്റ്റിക് കേസിലെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. ഓക്കെ, അതായത് ആക്ച്വലി നമ്മളിപ്പോ ഈ ചെയ്തുകൊണ്ടിരുന്ന സംഭവം നമുക്ക് സമ്മറൈസ് ചെയ്യാം. അതായത് സപ്പോസ് നിങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട് ആൻഡ് ഈ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാത്തിലാണ്. ഈ ട്രജക്ടറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വലി 2 സ്ട്രാറ്റജി ഉണ്ട്. ഒന്ന് ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് ന്യൂട്ടൺസ് ലോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്സലറേഷൻ നിങ്ങൾക്ക് അറിയാം. സോ നിങ്ങൾക്ക് പുതിയ വെലോസിറ്റിയും പൊസിഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എൻറ്റയർ ട്രജക്ടറി നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാം. വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പാത്തിലും നിങ്ങൾ ആക്ഷൻ ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് ഏറ്റവും ലീസ്റ്റ് ആക്ഷന്റെ വാല്യൂ വരുന്ന പാത്ത് ഏതാണോ, ആക്ച്വലി ലീസ്റ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. അതായത് ഫസ്റ്റ് ഓർഡറിൽ ആക്ഷന് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ആക്ഷൻ മാക്സിമം വേണമെങ്കിൽ, ബിക്കോസ് മാക്സിമം വന്നാലും ഇത് തന്നെ നമ്മൾ ലീസ്റ്റ് നമ്മൾ വെറുതെ പറയുന്നതാണ് ആക്ച്വലി. ഓക്കെ, അതിന് കൂടുതൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, ഞാനിപ്പോൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് ഈ 2 രീതിയിലും ആക്ച്വലി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാം. ആക്ച്വലി ഇതിന്റെ ഒരു സമ്മറി ചോദിച്ചോട്ടെ, ഈ 2 രീതിയിലും ചെയ്യാമെന്ന് പറഞ്ഞു. യെസ്,
പക്ഷേ ഇന്ന് ലീസ്റ്റ് ആക്ഷൻ വഴി ആ. ഒന്ന് ന്യൂട്ടൺ ന്യൂട്ടൺസ് ലോസ് നമുക്ക് സോൾവ് ചെയ്തു. പറയുന്നത്. ആ. പക്ഷേ ഈ ലീസ്റ്റ് ആക്ഷനും ഫോഴ്സും തമ്മിലുള്ളൊരു എന്താ Yes. നമ്മൾ ഓൾറെഡി നമ്മൾ ആ സാധനം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കിയ ലീസ്റ്റ് ആക്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഫൈനലി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്തി ആൻഡ് നമ്മൾ സോൾവ് ചെയ്തു. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് തന്നെയാണ് F=ma. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് ചോദിക്കാം, ഓക്കെ നമ്മുടെ എൻറ്റയർ ആക്ഷൻ മിനിമൈസ് ചെയ്യുന്ന ട്രജക്ടറിയും ഈ ഫോഴ്സും ഇത് ഡയറക്ട്ലി എങ്ങനെ ലിങ്ക്ഡ് വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്താലും കുറച്ചും കൂടെ ഒരു ഫിസിക്കലി ബെറ്റർ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമോ? റൈറ്റ്. അത് ആക്ച്വലി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കാം. അതായത് സപ്പോസ് ഇതാണ് നമ്മുടെ ആക്ച്വൽ പാത്ത് എന്ന് വെച്ചാൽ, അതായത് ഇതാണ് ടൈം ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. സപ്പോസ് ഈ സിസ്റ്റം ഇതാണ് നമ്മുടെ ആക്ച്വൽ പാത്ത്. റൈറ്റ്. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ന്യൂട്ടന്റെ ലോ ബേസിക്കലി സംസാരിക്കുന്നത് ഇൻഫിനിറ്റസ്മൽ അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. എങ്കിൽ ഞാൻ ഇതിനിടയ്ക്കുള്ള 2 ഇൻഫിനിറ്റസ്മൽ സെപ്പറേഷൻ ഉള്ള 2 പോയിന്റ്സ് ഞാൻ കൺസിഡർ ചെയ്യുവാണ്. ഈ എൻറ്റയർ ട്രജക്ടറിയിൽ ആക്ഷൻ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ ട്രജക്ടറിയിലും ആക്ഷൻ, അതായത് ഈ 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് പാർട്സ് ഉണ്ടല്ലോ. റൈറ്റ്. അതെ. ഈ പാത്തിൽ ഏറ്റവും ലീസ്റ്റ് ആക്ഷന്റെ വാല്യൂ വരുന്ന ഇത് തന്നെ ആയിരിക്കണം. റൈറ്റ്. അപ്പൊ ഞാനിനി പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്, അതായത് ഈ ഇൻഫിനിറ്റസ്മൽ ഈ പാത്തില് ആക്ഷൻ മിനിമം ആവാനുള്ള കണ്ടീഷൻ ബേസിക്കലി ഫോഴ്സ് ഒരു ഡയറക്ട്ലി ലിങ്ക് ആണ് എന്നാണ് ഞാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ആലോചിച്ചു. നമ്മൾ എന്തായാലും ഈ സിസ്റ്റത്തിന് നമ്മൾ ആക്ഷൻ എഴുതും. സോ ദാറ്റ് ഞാനൊരു ലഗ്രാഞ്ചിന് എഴുതും. ലഗ്രാഞ്ചിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് ആണ്. കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി, ഇതാണ് സംഭവം. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഈ ഇൻഫിനിറ്റസ്മൽ ഇന്റർവെലിനെ പറ്റിയാണെങ്കിൽ, ഓക്കെ, എൻറ്റയർ പൊട്ടൻഷ്യൽ ഫംഗ്ഷനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ബിക്കോസ് നമ്മൾ ഒരു ഇൻഫിനിറ്റസ്മൽ മൂവ്മെന്റിനെ പറ്റിയാണെങ്കിൽ എൻറ്റയർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് അവിടെ ഒരു വിഷയമേ അല്ല. Right. അതായത് സപ്പോസ് നോക്കി, ഒരേ പൊട്ടൻഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള 2 ഡിഫറെന്റ് പൊട്ടൻഷ്യൽ സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ മോഷനെ കംപ്ലീറ്റ്ലി ഗവേൺ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ആ ഒരു ലോക്കൽ പൊട്ടൻഷ്യൽ ഫീച്ചർ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിനിമം ആകുന്ന പാത്തിനെ കംപ്ലീറ്റ്ലി ഗവേൺ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെറിയൊരു ഇന്റർവെല്ലിൽ ഉണ്ടാകുന്ന ഈ പൊട്ടൻഷ്യലിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രം. അതായത് പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാകുന്ന സ്ലൈറ്റ് ചേഞ്ച് മാത്രമാണ് ആക്ച്വലി ഇവിടുത്തെ ആക്ഷൻ മിനിമം ആവണോ മാക്സിമം ആവണോ എന്ന് ഈ കണ്ടീഷനെയൊക്കെ ഗവേൺ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിമം കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യലിന്റെ ഫസ്റ്റ് ഓർഡർ ചേഞ്ചിനെ മാത്രം, അതായത് du/dx മാത്രം. ഓക്കെ, ബിക്കോസ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് എൻറ്റയർ വേരിയേഷൻ അഫക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് നമ്മൾ ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ആ ഒരു സ്മോൾ ചേഞ്ച് മാത്രമാണ് അവിടെ മിനിമം ആണോ മാക്സിമം ആണോ എന്ന് കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്യുന്നത്. ഈ സാധനം എന്തുവാ? ഇത് ബേസിക്കലി ഫോഴ്സ് ആണ്, നെഗറ്റീവ്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ലോക്കലി ആക്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള കണ്ടീഷനെ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുന്നത് ഫോഴ്സ്. എക്സാക്ട്ലി അതേ സംഭവമായിരിക്കും ഗ്ലോബലി വരുന്നത്. പക്ഷെ ഗ്ലോബലി ഇത് മിനിമൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ആക്ച്വലി ഈ ലോക്കൽ പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ലോക്കലി നോക്കുമ്പോൾ എക്സാക്ട്ലി F=ma, ഫോഴ്സിന്റെ ടേം അവിടെ വരും. സോ പിന്നെ ആക്ച്വലി ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ. കോപ്പ്. അയ്യോ, നമ്മളെന്താ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നേ?